Shekhar lost 6% by selling his motorcycle for rupees 66411. At what price should he sold to get a profit of 6%? ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സ് ഡിഗ്രി ലെവൽ മാത്സിന്റെ ഹോട്ട് ടോപ്പിക്സ് മാത്രം എടുത്ത് ഒന്ന് റിവിഷൻ ചെയ്യാണ്. എന്തിനാന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2021 മുതൽ 23 വരെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ അനലൈസ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള ടോപ്പിക്സിന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഏറ്റവും ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഏരിയ മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അതിനകത്തുള്ള മുന്നേ തന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും, ആ ചോദ്യങ്ങളെല്ലാം റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗത്ത് നിന്നുള്ള ലാസ്റ്റ് ക്ലാസ് ആണ്, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്കുകളെ കുറിച്ച് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ ഡെസിമൽ ആ ഭാഗത്തു നിന്നുള്ള 12 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഉണ്ടായിരുന്നു, 8 ചോദ്യങ്ങൾ. അതായത് നമ്മൾ അനലൈസ് ചെയ്ത 8 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് 12 ചോദ്യങ്ങളാണ് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് മിനിമം കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പൊ അതെന്താണ്, 8 ചോദ്യങ്ങൾ കിട്ടി. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് 8 ചോദ്യങ്ങൾ കിട്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മെൻസുറേഷൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രഷൻ. ഇത്രയായിരുന്നു ഏറ്റവും ഹോട്ടായിട്ടുള്ള ടോപ്പിക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 7 ചോദ്യങ്ങൾ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ 7 ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇനി ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. അതിനകത്ത് 6 ചോദ്യങ്ങളേ ഉള്ളൂ. ഇതിനു മുമ്പ് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്, 7 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ ആവറേജിൽ നിന്നാണ്. ശരാശരിയുടെ ഭാഗത്ത് നിന്ന് വന്ന 7 ചോദ്യങ്ങൾ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ടൈം ആൻഡ് വർക്കിന്റെ ഭാഗത്ത് നിന്നുള്ള 6 ചോദ്യങ്ങൾ, പിന്നെ അതിനനുസരിച്ച് താഴേക്ക് പിന്നെ എന്താണ് 5 ചോദ്യങ്ങൾ മാത്രം വന്ന ലോസ് ഓഫ് എക്സ്പോണൻസ്. അത് കഴിഞ്ഞ് 4 ചോദ്യങ്ങൾ മാത്രം കിട്ടിയ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പിന്നെ 2 ചോദ്യങ്ങൾ മാത്രം കിട്ടിയ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. അപ്പൊ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോകാം, അധിക സമയം കളയുന്നില്ല. ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാണ്, ആവറേജ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം, ഇതേ മോഡൽ റിപ്പീറ്റ് ചെയ്യാം, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ പഠിക്കുമ്പോൾ ഇത് റിവൈസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത എക്സാം പോലെ തന്നെ എഴുതി തന്നെ പഠിക്കുക. ഡൗട്ട് ഉള്ളത് മാത്രം എക്സ്പ്ലനേഷൻ നോക്കുക. ആ ഏരിയ ഒന്ന് അതിലൂടെ ഒന്ന് കടന്നു പോവുക, ആ ഒരു ടോപ്പിക്കിലൂടെ മുഴുവനായിട്ട് ഒന്ന് കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് ആവറേജ് നോക്കാം. 7 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ദ ആവറേജ് ഓഫ് 10 നമ്പേഴ്സ് ഈസ് 12. ഇഫ് വി സബ്ട്രാക്ട് 3 ഫ്രം ഈച്ച് നമ്പർ, വാട്ട് ഈസ് ദ ന്യൂ ആവറേജ്? ഒരു കൺഫ്യൂഷനും ഇല്ല, 2021 ചോദ്യമാണ്. എന്താണ് സംഭവം? 10 സംഖ്യകളുടെ ശരാശരി 12 ഇതിൽ ഓരോ സംഖ്യയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 3 വീതം കുറയ്ക്കുകയാണ്. സബ്ട്രാക്ട് 3 ഫ്രം ഈച്ച് നമ്പർ. ഓരോ നമ്പറിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്ര? ഒന്നും അറിയാനില്ല, ഈ 12 ഇല്ലേ, നമ്മുടെ ശരാശരി ഇല്ലേ 12, അതിൽ നിന്ന് 3 കുറച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ആൻസർ 9. അപ്പൊ ആലോചിക്കുക, ശരാശരി എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ശരാശരി കണ്ടെത്തി കഴിഞ്ഞാൽ അതിലെ ഓരോ വാല്യൂവിൽ നിന്നും എന്ത് വ്യത്യാസം വരുന്നുണ്ടോ, എല്ലാ വാല്യൂസിനും ഇവിടെ ഒരു വ്യത്യാസം ഇല്ലേ, എന്താ 3 കുറഞ്ഞു. അതിന് കൂടാം, എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം ഒരേപോലെ എല്ലാ ക്വാണ്ടിറ്റീസിലും അല്ലെങ്കിൽ എല്ലാ വാല്യൂസിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ടിലും അത് അതുപോലെ തന്നെ സംഭവിക്കും, ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പൊ 12ൽ നിന്ന് നമ്മൾ 3 മാത്രം കുറച്ച് എഴുതിയാൽ മതി. വെറുതെ ഇവിടെ തുക എടുക്കാൻ നിൽക്കരുത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, തുക എടുക്കുന്നു, ഓരോന്നിൽ നിന്നും കുറയ്ക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് 2022. അപ്പൊ എന്നാലും ആ ചോദ്യത്തിന്റെ ശൈലി എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ദ ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 62 ആൻഡ് ദാറ്റ് ഓഫ് ഗേൾസ് ഈസ് 52. ഓക്കെ ആണേ, ഒരു ക്ലാസ്സിൽ 62 ആൺകുട്ടികൾ ഉണ്ടെന്നാണോ? അല്ല, അവിടെയുള്ള ആൺകുട്ടികളുടെ ആവറേജ് മാർക്ക് 62 പെൺകുട്ടികളുടെ ആവറേജ് മാർക്ക് 52 ദ ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കമ്പൈൻഡ് ഈസ് 60. ദ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് മാർക്ക് ഇൻ ദ ക്ലാസ് എന്നാണ്. ഈ ചോദ്യത്തിന്റെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ
പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് മാർക്ക് എന്ന് ചോദിച്ചാൽ തെറ്റാണ്. ഇവിടെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബോയ്സിന്റെ മാർക്ക് മാത്രമായിട്ട് എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആകെ ആളുകളുടെ എണ്ണമെങ്കിലും തന്നിരിക്കണം. ഇവിടെ കുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിക്കേണ്ട ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം ആകെ കുട്ടികളുടെ എത്ര ശതമാനമായിരുന്നു, അങ്ങനെയായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. അഥവാ ഇനി അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇവിടെ നമുക്ക് അലിഗേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 62 ബോയ്സിന്റെ മാർക്കും 52 ഗേൾസിന്റെ മാർക്കുമാണ്. അപ്പോൾ ബോയ്സിന്റെ സൈഡ് എഴുതുക, അതുപോലെ ഗേൾസിന്റെ സൈഡും എഴുതുക. ബോയ്സിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 62 ശരാശരി, അതുപോലെ ഗേൾസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 52. ഇവർ രണ്ടുപേരെ മിക്സ് ചെയ്താൽ, ഈ രണ്ട് ഗ്രൂപ്പും കൂടെ മിക്സ് ചെയ്താൽ കമ്പൈൻഡ് ആവറേജ് എന്ന് പറയുന്നത് 60 അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ 60 മിഡിൽ എഴുതുക. എന്നിട്ട് ജസ്റ്റ് ഇതാ ഈ രൂപത്തിൽ വരയ്ക്കുക. 62 60 വരയ്ക്കുക, 52 60 വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഈ 62 നിന്ന് 60 മൈനസ് ചെയ്തിട്ട് 2 എന്ന് എഴുതുക. 52 60 തമ്മിലുള്ള വ്യത്യാസം, 52 60 തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് എടുക്കുക, 8 എന്ന് എടുക്കുക. കണ്ടോ? അപ്പോ ഇവരുടെ എണ്ണം തമ്മിലുള്ള അംശബന്ധാണ് ഏറ്റവും താഴെ കിട്ടുന്ന 8:2 അല്ലെ. 8:2 എന്ന് പറയുന്നത് അവരുടെ എണ്ണമാണ്, കുട്ടികളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 4:1 എഴുതാം. അപ്പൊ ബോയ്സും ഗേൾസും തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എണ്ണമാണ്, കുട്ടികളുടെ എണ്ണമാണ് 4:1. ഇവിടെ നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആണ് വേണ്ടത്. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ബോയ്സിന്റെ നമ്പറിനെ സൂചിപ്പിക്കുന്ന 4 എഴുതുക, ആകെ കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന 5 എഴുതുക. എങ്ങനെ? 4 1 5. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 5നെയും ഈ 100നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 20 എന്ന് എഴുതാം. 20 × 4 80. അപ്പൊ എത്ര ശതമാനം എന്ന് കിട്ടും? 80%. 80% ആണ് ശരിക്കും ഇവരുടെ എണ്ണം എന്ന് പറയുന്നത്, ബോയ്സിന്റെ എണ്ണം. ആ ക്ലാസ്സിന്റെ എത്ര ശതമാനം എന്ന് വെച്ചാൽ 80 കേട്ടോ. ഇങ്ങനെയാണ് ചോദ്യം വരേണ്ടത്. അപ്പൊ അതിനകത്ത് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എടുത്തുപോയി കേട്ടോ. അതാണ് അതിനകത്ത് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ എന്തായാലും അങ്ങ് വിട്ടേക്കുക. ഇതുപോലെ എണ്ണത്തിന്റെ അംശബന്ധം അല്ലെങ്കിൽ എണ്ണത്തിന്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ചോദ്യം, ആവറേജ് ഓഫ് 4 3-digit numbers were calculated to be 335. ഇവിടെ നമുക്ക് 4 3-digit നമ്പേഴ്സിന്റെ ശരാശരി എന്ന് പറയുന്നത് 335 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വൺ നമ്പർ ഹാഡ് 8 at its second place and another number had 8 at its last place, both of which were wrongly read to be 3 instead. If this mistake is corrected, what is the correct average of these 4 numbers? Okay, നമുക്കിവിടെ 4 3-digit numbers ആണ്. ഈ 3-digit numbers എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 അക്കങ്ങളാണുള്ളത്. അവർ ഏതൊക്കെ സ്ഥാനത്തായിരിക്കും? 1 10 100 ഈ സ്ഥാനത്തായിരിക്കും. ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 സംഖ്യകളിൽ മിസ്റ്റേക്ക് സംഭവിച്ചു. ഒരു സംഖ്യയില് 10ന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സെക്കൻഡ് പ്ലേസിൽ 10ന്റെ സ്ഥാനത്ത് 8 ആയിരുന്നു എന്ത് ചെയ്തത്, വന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അത് എഴുതിയപ്പോ 3 എന്ന് തെറ്റായിട്ട് എഴുതി. ഓക്കെ, അതുപോലെ മറ്റൊരു നമ്പർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒറ്റയുടെ സ്ഥാനത്ത് എത്രയായിരുന്നു വന്നേ, 8 ആണ് വന്നത്. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്തു, 8ന് പകരം 3 എന്ന് എഴുതിപ്പോയി. അപ്പൊ ഈ 2 തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റ് രണ്ടും നമ്മൾ തിരുത്തുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ശരാശരി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഇത് മുഴുവൻ നമ്പർ എഴുതി ചെയ്യാൻ നിൽക്കരുത്. നിലവിലുള്ള ശരാശരി എന്താണ് എന്ന് നോക്കുക. 335 ആണല്ലോ, ആണ്, അതവിടെ കിടക്കട്ടെ കേട്ടോ. ഇവിടെ തെറ്റ് തിരുത്തുമ്പോൾ എന്ത് സംഭവിക്കും അറിയാവോ? ഈ 10ന്റെ സ്ഥാനത്തെ 3 മാറി 8 ആവുന്നു. 10ന്റെ സ്ഥാനത്തെ 3 മാറി 8 ആവുന്നു എന്ന് വെച്ചാൽ 30 എന്നുള്ളത് എങ്ങോട്ട് മാറുന്നു എന്നാണ്, 80 ആയിട്ട് മാറുന്നു എന്നാണ്. അപ്പൊ അവിടെ എത്ര കൂടും? ഒരു 50 കൂടും. ഇതൊന്ന് മനസ്സിലുറപ്പിക്കുക. ആദ്യത്തെ കേസ് ഇതാ, 30 എന്ന് വായിച്ചതിന് പകരം നമ്മൾ എന്താ വായിക്കേണ്ടേ, 80. അപ്പൊ 50 കൂടണം. ഓക്കെ, ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 3 എന്ന് എഴുതിയിരുന്നത് അല്ലെ, 3 എന്നാണ് നമ്മൾ തെറ്റായിട്ട് എഴുതിയത്. ശരിക്കും അത് വായിക്കേണ്ടത് 8 എന്നായിരുന്നു. അപ്പൊ അവിടെ എത്ര വ്യത്യാസം വരണം? ശരിക്കും അവിടെ വ്യത്യാസം വരേണ്ടത് 5 ആണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ കേസിൽ 50 നമുക്ക് കൂട്ടണം, രണ്ടാമത്തെ കേസിൽ 5 നമുക്ക് കൂട്ടണം. അങ്ങനെ മൊത്തത്തിൽ 50 5
55 നമുക്ക് കൂട്ടണം. ഈ 4 സംഖ്യകളിലും കൂടെ നമുക്ക് കൂടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ 55 കൂടുന്നുണ്ട്. ആണോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 55ന്റെ ശരാശരി എടുക്കുക. 4 സംഖ്യകളിൽ ആണ് ഈ തുക നമുക്ക് കൂട്ടി എഴുതേണ്ടത്. അപ്പൊ ശരാശരി വരുമ്പോൾ ഈ 4 സംഖ്യകൾക്കും ഈ 55നെ വീതിച്ചു കൊടുക്കണ്ടേ നമ്മൾ. അതാണ് ഇവിടുത്തെ ലോജിക്. നിലവിൽ അവിടുത്തെ ശരാശരി 335 ആണ്. ഈ 55 കൂടി ആ തുകയിലേക്ക് ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശരാശരി വർദ്ധിക്കും. അങ്ങനെയല്ലേ? 30 80 ആയപ്പോ 50 കൂടി, 3 8 ആയപ്പോ 5 കൂടി. അങ്ങനെ മൊത്തം 55 കൂടിയിട്ടുണ്ട്. അപ്പൊ 55നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 4 കൊണ്ട് ഹരിക്കാൻ പോവാം. ഓക്കെ, 55നെ 4 കൊണ്ട് ഹരിക്കുക. 55ൽ എത്ര 4 ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 55നെ 5ല് എത്ര 4 ഉള്ളത്? ഒരെണ്ണം. പിന്നെ വരുന്ന 15 ആണ്. 15ൽ എത്ര വരുന്നുണ്ട്? ഒരു 3 വരുന്നുണ്ട്. അപ്പൊ 3 4 12 വരും. ബാക്കി വരുന്നത് ഒരു 3 ആണ് ബൈ 4 എന്ന് വെച്ചാൽ 13.25 എന്ന് നമുക്ക് ഇത് വായിക്കാൻ പറ്റും അല്ലെ. 13.25 13.25നെ 13.75 എന്ന് എഴുതുക. 13.25 എന്ന് വെച്ചാൽ 13.75. ഈ 13.75നെ ഏതിലേക്ക് ചേർക്കുക? 335ലേക്ക് ചേർക്കുക. അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ 335ലേക്ക് 13 ചേർത്താൽ തന്നെ എത്രയായി? 348 എന്ന് കിട്ടി. ആ 7 കൂടെ അവിടെ എഴുതിയാൽ ആൻസർ ആയി. 348.75. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യാൻ നിൽക്കരുത്? മുഴുവൻ നമ്പർ എടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ 4 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് 4 എണ്ണം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ തുക ഇത്രയാണ്. അതിലേക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തുകയിൽ ഇത്ര വ്യത്യാസം വന്നു. എന്നിട്ട് പുതിയ തുക എത്രയാണ്, എന്നിട്ട് നമ്പർ എടുക്കുക. അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ എവിടെയാണോ എറർ സംഭവിച്ചത്, 10ന്റെ സ്ഥാനത്ത് എറർ സംഭവിച്ചു അല്ലെ, അത് 30 എന്ന് എഴുതുന്നതിന് പകരം 80 എന്ന് എഴുതണം. ശരിയല്ലേ? ശരിക്കും 80 എഴുതുന്നതിന് പകരമാണ് 30 എന്ന് എഴുതിപ്പോയത്. അപ്പൊ അവിടെ എത്ര മിസ്റ്റേക്ക് വന്നു എന്ന് ചോദിച്ചാൽ 50 ആണ് കുറഞ്ഞു പോയത്. 50 കൂട്ടുക. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ മിസ്റ്റേക്ക് തിരുത്തുമ്പോൾ അവിടെ എത്ര കൂട്ടണം? 5 കൂട്ടണം. അപ്പൊ എത്രയാവും? 55 ആവും. ഈ കാണുന്ന 55നെ എത്ര പേർക്കായിട്ട് വീതിക്കുക? 4 പേർക്കായിട്ട് വീതിക്കുക. 4 പേർക്ക് വീതിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? 13.75 എന്ന് കിട്ടും. ആണല്ലോ? അപ്പൊ എല്ലാവർക്കും 13.75 കിട്ടുന്നുണ്ടെങ്കിൽ ശരാശരിയിലും അത് വർദ്ധിക്കണമല്ലോ. അപ്പൊ നിലവിൽ ശരാശരി എത്രയേ ഉള്ളൂ? 335 ഉള്ളൂ. അതിൽ 13 കൂടി ചേർത്താൽ 348 എന്ന് കിട്ടും. അതിന്റെ കൂടെ ഒരു 75 കൂടെ എഴുതിയാൽ പരിപാടി കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ആൻസർ. അധികം വെറുതെ സ്റ്റെപ്പ് എഴുതി സമയം കളയരുത് കേട്ടോ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക്. ഇൻ എ കമ്പനി there are 50 എംപ്ലോയീസ്, 50 ജോലിക്കാരുള്ള അല്ലെങ്കിൽ 50 ജീവനക്കാരുള്ള ഒരു കമ്പനി. 1 employee weighing 64 kg retired and a new employee joined in the company. If the average weight is then increased by 250 grams, what is the weight of new employee എന്നാണ്. പുതുതായിട്ട് വന്ന ജീവനക്കാരന് എത്ര ഭാരമുണ്ട് എന്നാണ്. 50 ജീവനക്കാരുള്ള ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി എന്ത് ചെയ്തു? റിട്ടയർ ആയി പോയിട്ടുണ്ട്. ആളുടെ ഭാരം എത്രയായിരുന്നു? 64 കിലോഗ്രാം ആയിരുന്നു. ഓക്കെ, പുതുതായിട്ട് ഒരാൾ ജോയിൻ ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ? ശരാശരി അവിടെയുള്ള 50 പേർക്കും ശരാശരി എത്ര വർദ്ധിച്ചു? ഭാരം 250 ഗ്രാം വർദ്ധിച്ചു. എന്ന് വെച്ചാൽ പുതിയ ആളെ ഇതിലേക്ക് ആഡ് ചെയ്തപ്പോ എന്ത് സംഭവിക്കുന്നു? ശരാശരിയിൽ വർധന ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ പുതുതായി വന്നയാള് പോയ ആളെക്കാൾ ഭാരമുള്ള ആളാണ്. ആണല്ലോ? അപ്പൊ പോയ ആൾക്ക് എത്ര ഭാരം ഉണ്ടെന്ന് നോക്കുക. 64 ആണല്ലോ? ആണ്. 64 അവിടെ എഴുതുക. പുള്ളി പോയിട്ട് പുതിയ ആൾ വന്നപ്പോ ശരാശരി വർദ്ധിച്ചോ കുറഞ്ഞോ? എന്തായാലും വർദ്ധിച്ചു. അപ്പൊ ഒരു പ്ലസ് ഇടാം. എത്രയാ വർദ്ധിച്ചേ? 250 ഗ്രാം ആണ്. 250 ഗ്രാം എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആണ്? 1/4 കിലോഗ്രാം അല്ലെങ്കിൽ 1/4 kg എന്ന് നമുക്ക് പറയാമല്ലോ. അത് ഞാനങ്ങ് എഴുതി. ഇതാണ് നമ്മുടെ സൗകര്യം. അപ്പൊ 1/4 kg അല്ലെ? എത്ര പേർക്ക് അവിടെ വർദ്ധിച്ചേ? അവിടെ ജീവനക്കാർ എത്ര പേരുണ്ട്? 50 പേരുണ്ട്. അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 64 കിലോഗ്രാം ഭാരമുള്ള ആൾ പോയിട്ട് പുതിയ ആൾ വന്നപ്പോൾ വർധന ഉണ്ടായോ? ഉണ്ടായി. എന്നാ പ്ലസ് ഇടുക. ശേഷം എത്ര വർദ്ധിച്ചു? 1/4 കിലോഗ്രാം വീതം വർദ്ധിച്ചു. എത്ര പേർക്ക്? 50 പേർക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ 50നെ നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 12.5 എന്ന് കിട്ടും. അപ്പൊ ഈ 64നോട് ആരെ കൂട്ടുക? 12.5 കൂട്ടി എഴുതുക അല്ലെ? 64നോട് 12.5 കൂട്ടി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 76.5 എന്ന് കിട്ടത്തില്ലേ? അല്ലെ? ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 76 1/2 എന്ന് എഴുതിയ തെറ്റുണ്ടോ?
ഇല്ല, ഇത് രണ്ടും ശരിയാ. 76.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 76.5 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ പുതുതായി വന്നയാളുടെ ഭാരം എത്ര എന്ന് വെച്ചാൽ 76 1/2. പിടികിട്ടിയോ? 2022 ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് അല്ലെ? ശരാശരി പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചെയ്ത് നോക്കാറുള്ള ഒരു മോഡലാണ്. അപ്പൊ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പുതുതായിട്ട് വന്ന എംപ്ലോയിക്ക് എത്രയാണ് ഭാരം എന്ന് വെച്ചാൽ 76.5. എത്ര കിലോഗ്രാം കൂടുതലുണ്ട് എന്ന് വെച്ചാൽ 12.5 കിലോഗ്രാം പോയ ആളിനേക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇത്രയും വ്യത്യാസം വന്നു. ഓരോരുത്തർക്കും എന്ത് സംഭവിച്ചു? വ്യത്യാസം വന്നു. അടുത്തൊരു ചോദ്യം. The arithmetic mean of the weights of 14 students in a class is 42 kilograms. If the weight of the teacher is also included, the mean weight increased by 600 grams. Then the weight of the teacher എന്നാണ്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. എത്ര കുട്ടികളുണ്ട്? 14 കുട്ടികളുണ്ട്. ഈ 14 കുട്ടികൾക്ക് എത്രയാണ് ഭാരം? ശരാശരി നോക്കുമ്പോൾ 42 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ഒരു ടീച്ചറെ കൂടി ആഡ് ചെയ്തപ്പോ അവിടെ ഒരു ശരാശരി ഭാരം എത്ര കൂടിയിട്ടുണ്ട്? 600 ഗ്രാം കൂടിയിട്ടുണ്ട്. എത്ര കൂടിയിട്ടുണ്ട്? 600 ഗ്രാമിന്റെ വർധനവ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ ടീച്ചർ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആദ്യം 42 ശരാശരി ഭാരം. എത്ര പേരുടെ? 14 പേരുടെ ശരാശരി ഭാരം 42 കിലോഗ്രാം ആയിരുന്നു. ഓക്കെ, അതിലേക്ക് ടീച്ചറെ കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 15 പേരായിട്ടുണ്ട്. അപ്പോ ഇത് ശരാശരി വർധനവാണ് ഉണ്ടായത്. എത്രയാ? 600 ഗ്രാം. അപ്പൊ ഇത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 42.6 കിലോഗ്രാം ആയി മാറിയിട്ടുണ്ടാവും അല്ലേ? 42.6 എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടീച്ചറുടെ ഭാരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എത്ര വ്യത്യാസം വന്നു? ഒരാള് കൂടിയല്ലേ? ക്വാണ്ടിറ്റീസ്, അപ്പൊ അവരുടെ എണ്ണം നോക്കുമ്പോൾ 1 കൂടിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ആവറേജിൽ എത്രയാ വർധനവ് നോക്കിയേ? 0.6 ആണ് വർധനവ്. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ഭാരം കണ്ടെത്താൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്ന് കളക്ട് ചെയ്യുക. എങ്ങനെ കളക്ട് ചെയ്യുക? ഈ 14നെയും ഈ 42.6നെയും കൂടി കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. ശരിയല്ലേ? അതെങ്ങനെയാന്ന് വെച്ചാൽ അതാ കേട്ടോണേ. ഈ 42.6 എന്ന് പറയുന്ന നമ്പർ ഇല്ലേ, ഇതിനെ നേരെ കൊണ്ടുവന്നിട്ട് ഈ 1നോട് ഗുണിക്കുക. 42.6 എന്ന് പറയുന്ന സംഖ്യ ആരോട് ഗുണിക്കുക? 1നോട്. അപ്പൊ എന്ത് തന്നെ കിട്ടും? 42.6 തന്നെ കിട്ടും. ഇനി 14 എന്ന് പറയുന്ന ഒരു സംഖ്യ ഇല്ലേ, അതിനെ കൊണ്ടുവന്നിട്ട് ഈ 0.6നോട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 14 ഇൻറ്റു 0.6 എന്ന് കിട്ടും. അപ്പൊ 14നെയും 0.6നെയും കൂടെ ഗുണിക്കണമല്ലോ, ഗുണിക്കണം. ശേഷം ഈ കിട്ടുന്ന വാല്യൂസ് തമ്മിലൊന്ന് ആഡ് ചെയ്യുക. ഈ കിട്ടുന്ന വാല്യൂസ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ. ഈ 42.6 നമ്മൾ എന്ത് ചെയ്യണ്ട? മാറ്റാനായിട്ട് നിൽക്കണ്ട, അതവിടെ തന്നെ കിടന്നോട്ടെ. 14 ഇൻറ്റു 0.6, 14നെ 6 കൊണ്ട് ഗുണിക്കുക. 10 ഇൻറ്റു 6 60, 4 ഇൻറ്റു 6 എത്ര കിട്ടുന്നുണ്ട്? 24. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ കമ്പൈൻ ചെയ്താൽ 84 എന്ന് കിട്ടും. ഡെസിമലും കൂടെ കൊടുക്കുമ്പോൾ 8.4 എന്ന് കിട്ടും. അപ്പൊ 42.6ഉം 8.4ഉം തമ്മിൽ കൂട്ടിയാൽ മാത്രം മതി അല്ലെ? അപ്പൊ 43ഉം 8ഉം ആണ് കിട്ടുക. അപ്പോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 51 എന്നാണ്. അപ്പൊ ടീച്ചറുടെ ഭാരം എത്ര? ഇവിടെ നമ്മൾ തുക എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇവിടെ നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പൊ ടീച്ചർക്ക് എത്ര ഭാരം ഉണ്ട് എന്ന് ചോദിച്ചാൽ 51 കിലോഗ്രാം ഭാരമുണ്ട്. ചെയ്ത കാര്യത്രേ ഉള്ളൂ. നമുക്ക് 14 കുട്ടികളുണ്ടായിരുന്നു, ടീച്ചറെ കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. 14 കുട്ടികൾക്ക് ശരാശരി ഭാരം 42 കിലോഗ്രാം ആയിരുന്നു. അതിലേക്ക് ടീച്ചർ കൂടി വന്നപ്പോൾ 600 ഗ്രാം വർദ്ധിച്ചു ശരാശരി, എന്ന് വെച്ചാൽ 42.6 ആയിട്ട് മാറി. അപ്പൊ അവിടുത്തെ രണ്ട് സൈഡിലെയും വർധനവ് നോക്കുക. ആളുകളുടെ എണ്ണം 1 വർദ്ധിച്ചു, അതുപോലെ ശരാശരിയിൽ എത്ര വർധനവ്? 0.6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീച്ചറുടെ ഭാരം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യാം? 42.6 എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി 1 കൊണ്ട് ഗുണിക്കുക. ശേഷം എന്ത് ചെയ്യുക? 14നെ 0.6 കൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടേ ചെയ്യുള്ളൂ കേട്ടോ, എന്നിട്ട് ആഡ് ചെയ്യുക. നമുക്ക് മറ്റൊരു മാർഗം എന്താന്ന് വെച്ചാൽ 42നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1നോട് ഗുണിക്കാം. മനസ്സിലായോ? 42 ഇൻറ്റു 1, അപ്പൊ 42 തന്നെ കിട്ടും. പിന്നെ എന്ത് ചെയ്യാം? 15നോട് നമുക്ക് 0.6 ഗുണിക്കാം. 15നോട് ആരെ ഗുണിക്കാം? 0.6. അപ്പൊ 15ഉം 0.6ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 എന്നാണ്. അപ്പൊ 42 9ഉം കൂടെ കൂട്ടിയിട്ട് 51. അങ്ങനെ ചെയ്താലും തെറ്റില്ല. പിടികിട്ടിയോ? അതും കറക്റ്റ് ആണ്.
അപ്പൊ എന്തായാലും ടീച്ചറുടെ ഭാരം എത്രയാന്ന് വെച്ചാൽ 51 എടുക്കാം. ഇനി തുക എടുത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എങ്ങനെ? കുട്ടികളുടെ ഭാരം, ആകെ ഭാരം എന്ന് പറയുന്നത് 14 × 42 എന്ന് എടുക്കുക. അപ്പൊ കുട്ടികളുടെ മൊത്തം ഭാരം കിട്ടും. ഓക്കെ. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിട്ട് എന്ത് ചെയ്യും? 15 പേരെടുക്കും. 15 പേരുടെ ആകെ ഭാരം കണ്ടെടുക്കാൻ 42.6 എടുക്കുക. ഈ രണ്ട് തുകകൾ എടുത്ത ശേഷം ഇവരുടെ വ്യത്യാസം എടുത്താൽ മതി. അല്ലെ? നമ്മളിപ്പോ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് ഇത് കുറച്ച് സമയം എടുക്കുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്തായാലും ആൻസർ എത്ര കിട്ടത്തുള്ളൂ? 51 എന്നേ കിട്ടത്തുള്ളൂ. ഓക്കെ ആണേ. മറ്റൊരു ചോദ്യം. The mean age of employees in a company is 35 years. The mean ages of male and female workers are 38 and 33 respectively. If there are no transgender workers in the company, the percentage of male workers is. ഈ ചോദ്യം നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടോ? കുട്ടികളുടെ മാർക്ക് വെച്ചിട്ട് അവരുടെ പെർസെൻറ്റേജ്, അവരുടെ എണ്ണത്തിന്റെ പെർസെൻറ്റേജ് പറഞ്ഞ ഓർമ്മയുണ്ടോ? സെയിം ചോദ്യമാണ് കേട്ടോ. ഇത് 2023 ചോദിച്ചതാണ്. അപ്പൊ ആ തെറ്റ് തിരുത്തിയ ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും അതെന്ത് ചെയ്യാം? വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് വർക്കേഴ്സ് അല്ലെ? അപ്പൊ പുരുഷന്മാരും ഉണ്ട്, അതുപോലെ സ്ത്രീകളും ഉണ്ട് വർക്കേഴ്സ്. ഇതിനകത്ത് ആവറേജ് ഏജ് നോക്കുമ്പോൾ ആകെ കമ്പനിയുടെ ആവറേജ് ഏജ് ടോട്ടലായിട്ട് നോക്കുമ്പോൾ 35 ആണ്. എന്നാൽ മെയിൽ വർക്കേഴ്സിന്റെ ആവറേജ് എടുക്കുമ്പോൾ അത് 38 ആണ്. ഫീമെയിൽ വർക്കേഴ്സിന്റെ ആണെങ്കിൽ 33 ആണ്. ഇവരെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇത് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇവരുടെ എണ്ണത്തിന്റെ അംശബന്ധം എടുക്കാം, എന്നിട്ട് എന്തിലേക്ക്? പെർസെൻറ്റേജിലേക്ക് പോവാം. അപ്പൊ മെയിൽ വർക്കേഴ്സ് എത്ര പേരുണ്ട് അറിയാമോ? ഇല്ല. പക്ഷെ അവരുടെ ആവറേജ് ഏജ് അറിയാം. എത്രയാ? 38 ആണ്. ഇവിടെ ഫീമെയിൽ വർക്കേഴ്സിന്റെ ആവറേജ് ഏജ് എത്രയാ? 33 ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കമ്പനിയുടെ ടോട്ടൽ ആവറേജ് എടുക്കുമ്പോൾ 35 ആവുക. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 38, 35 കുറച്ചിട്ട് ഇവിടെ 3 എന്ന് എഴുതുക. അതുപോലെ 33ഉം 35, ഇതിൽ വലുതെന്ന് ചെറുത് മാത്രം കുറച്ചാൽ മതി കേട്ടോ. അത് എവിടെ കിടക്കുന്നു എന്നുള്ള വിഷയമല്ല. 35ൽ നിന്ന് 33 കുറയ്ക്കുക. എത്ര എന്ന് എഴുതുക? 2 എന്ന് എഴുതുക. അപ്പൊ അംശബന്ധം 2:3 അല്ലേ? അപ്പോ മെയിൽ വർക്കേഴ്സും ഫീമെയിൽ വർക്കേഴ്സും ഇവരുടെ എണ്ണം തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ഓഫ് മെയിൽ വർക്കേഴ്സ് ആണ്. ഇത് കണ്ടുപിടിക്കാൻ മെയിൽ വർക്കേഴ്സിന്റെ നമ്പർ ആയ 2 ഇവിടെ എടുത്തെഴുതുക. ആണല്ലോ. ഇനി ഇവരുടെ ടോട്ടൽ എണ്ണം 2ഉം 3ഉം അല്ലേ? 2ഉം 3ഉം കൂടെ ചേർത്തിട്ട് 5 എന്ന് എഴുതുക. എന്നിട്ട് ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഈ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 എന്ന് കിട്ടും. 20 × 2, 20 × 2 എത്രയാ? 40 എന്ന് എഴുതുക. അപ്പൊ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ 40% പേരാണ് മെയിൽ വർക്കേഴ്സ്. ഓക്കെ. അപ്പൊ മെയിൽ വർക്കേഴ്സ് എത്രയാണ്? 40%. അപ്പൊ ഫീമെയിൽ വർക്കേഴ്സോ? അതിനിപ്പോ പറയണ്ടല്ലോ, 60 കേട്ടോ. എത്രയാ? 60. 40% പുരുഷന്മാരാണെങ്കിൽ ബാക്കി വരുന്ന 60% ആരാണ്? സ്ത്രീകളാണ്. പിടികിട്ടിയോ? ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ? പറ്റും. ഓക്കെ ആണേ. അപ്പൊ ഇതിനകത്ത് തെറ്റ് വന്ന ഒരു ചോദ്യം നമ്മൾ അവിടെ കണ്ടു. അതൊന്ന് പരിചയപ്പെട്ടിട്ട് ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഇതുപോലെ തന്നെയാണ് ക്യാൻസൽ ചെയ്ത ഓരോ ചോദ്യവും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കുക. കാരണം അത് തെറ്റ് തിരുത്തി മറ്റൊരു പരീക്ഷയിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കിയാൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ചോദ്യം. ആവറേജ് മാർക്ക് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 25. If one more student is joined in this group, the average changes to 24. What is the mark of new student? നമ്മൾ നേരത്തെ ടീച്ചറെ കൂടി കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തില്ലേ? അതേപോലത്തെ ചോദ്യം അല്ലേ? ഇപ്പൊ നിലവിൽ എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. ഇവർക്ക് ആവറേജ് മാർക്ക് 25 ആണ്. ആണല്ലോ? ആണ്. ഇതിലേക്ക് ഒരു കുട്ടിയെ കൂടി ആഡ് ചെയ്തപ്പോ കുട്ടികളുടെ എണ്ണം 11 ആയി. എത്രയായിട്ടുണ്ട്? 11 ആയിട്ടുണ്ട്. അപ്പോ ശരാശരി എത്രയായിട്ടുണ്ട്? 24. കൂടുകയല്ല, കുറയുകയാണ് ഉണ്ടായത്. ഇവിടെ 10ൽ നിന്ന് 11ലേക്ക് വന്നപ്പോൾ ഒരാൾ കൂടിയിട്ടുണ്ട്. എന്നാൽ മാർക്ക് നോക്കുമ്പം 25ൽ നിന്ന് 24ലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1 കുറഞ്ഞു. അപ്പൊ ഒരു സൈഡിൽ 1 കൂടുമ്പോൾ മറ്റു സൈഡിൽ 1 കുറയുന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടത്തെ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് കണ്ടുപിടിക്കാൻ, ന്യൂ സ്റ്റുഡന്റ് മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഇതിനകത്ത് ക്രോസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പൊ 11 25 എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, വലുതെന്ന് ചെറുത് കുറച്ചങ്ങ് എഴുതുക. ഒരു സൈഡിൽ പോസിറ്റീവ് വന്നും ഒരു സൈഡിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പുതിയ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ഇവിടെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. എങ്ങനെ? വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ കുറയ്ക്കുക. 25 നിന്ന് 11 പോയാൽ എത്ര കിട്ടും? 14 എന്ന് കിട്ടും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 10ഉം 24ഉം എടുക്കാം. 24 നിന്ന് 10 കുറയ്ക്കുക കേട്ടോ. 24 നിന്ന് 10 കുറയ്ക്കുക, എത്ര കിട്ടും? 14 മതി, പോരെ? ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എടുത്ത എങ്ങനെയായിരുന്നു? 10 പേർ 11 പേർ 2 ഗ്രൂപ്പായി തന്നെ എടുത്തു. എന്നിട്ട് അവിടുത്തെ വ്യത്യാസം നോക്കി. ആള് 1 കൂടിയപ്പോ ശരാശരി 1 കുറഞ്ഞു. അപ്പൊ 1 കൂടുക 1 കുറയുക. അപ്പൊ എന്താ ചെയ്യണ്ടേ? ക്രോസ് ചെയ്യുക, എന്നിട്ട് അവരുടെ വ്യത്യാസം എടുത്തെഴുതുക. അപ്പൊ ഇതേ ചോദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തുക എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് തുക എടുക്കാം. എങ്ങനെയാ? ഇവിടെ 10 കുട്ടികളുണ്ട്, അവരുടെ ആവറേജ് എത്രയാ? 25. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10നെ 25 കൊണ്ട് ഗുണിക്കുക അല്ലെ? ഇതിനകത്തേക്ക് ഒരാളൂടെ വരുമ്പോൾ എത്ര പേരാവും? 11 പേരാവും. അവരുടെ ആവറേജ് എത്രയാ? 24. ഇത് പെട്ടെന്ന് ഗുണിച്ചെഴുതാവുന്ന നമ്പേഴ്സ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെ? പെട്ടെന്ന് ചെയ്യാം. ഇത് എത്രയാ? 250 എന്ന് കിട്ടുന്നു. പിന്നെ ഇവിടെ വരുമ്പോഴോ അത് 264 എന്ന് കിട്ടും. കണ്ടോ? അവിടെ ഉണ്ടായിരുന്ന വ്യത്യാസം എത്രയാണ്? 50ൽ നിന്ന് 64ലേക്ക് പോകുമ്പോൾ 14 കൂടി. കണ്ടോ? ഇതാണ് ഇവിടുത്തെ ആൻസർ. അത്രേ ഉള്ളൂ. തുക എടുത്തിട്ടാണെങ്കിലും ചെയ്യാവുന്ന ചോദ്യമുള്ളൂ. പക്ഷെ നേരത്തെ നമ്മൾ ടീച്ചറുടെ ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് അവിടെ എന്തായിരുന്നു? ഡെസിമലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗുണിച്ചെഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ നമുക്ക് ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സമയം എത്രയും വേണ്ട, അതിന്റെ പകുതി സമയം മതിയാവും. ഓക്കെ ആണേ? പിന്നെ നമുക്ക് മറ്റൊരു ടോപ്പിക് നോക്കാം, ടൈം ആൻഡ് വർക്ക്, ജോലിയും സമയവും. ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യം 6 എണ്ണമാണ് നമുക്ക് ആ 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അതിനകത്തുള്ള ചോദ്യങ്ങളിലേക്ക് പോവാണ്. ആ ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാം. 6 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പൊ 6 ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ചോദ്യം ഇങ്ങനെയാണ്: എ വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ 8 men or 12 women in 25 days. 10 men and 5 women will complete the same work in എന്നാണ്. അപ്പൊ ഒരു ജോലി ചെയ്യാൻ 8 പുരുഷന്മാർക്കോ 12 സ്ത്രീകൾക്കോ 25 ദിവസം ആവശ്യമുണ്ട്. എന്നാൽ ആ ഒരു ജോലി ചെയ്യാൻ 10 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും കൂടി എത്ര ദിവസം വേണം എന്നുള്ളതാണ് ചോദ്യം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും എഫിഷ്യൻസി ഒന്നും കണ്ട് അല്ലെങ്കിൽ ഫോർമുല ഒന്നും എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പകരം നമുക്കൊരു ഓർഡർ ഉണ്ട്, നമ്മൾ ഒരു പ്രത്യേക ക്രമത്തിൽ എഴുതി ഇത് ചെയ്യാറുണ്ട്. മെൻ, വിമൺ, അവർക്ക് ആവശ്യമായിട്ടുള്ള ടൈം ഇത്ര എഴുതുക. ഓക്കെ, ഇവിടെ മെൻ ഓർ വിമൺ തന്നിട്ടുണ്ട്. 8 മെൻ, 12 വിമൺ, 25 ഡേയ്സ്. കണ്ടോ? ഓക്കെ, ഇനി പറയാണ് ഇതേ ജോലി എന്ത് ചെയ്യാണ്? 10 men and 5 women അല്ലെ? 10 men and 5 women. ഇതിങ്ങനെ താഴേക്ക് എഴുതുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മുകളിലുള്ള ഈ നമ്പേഴ്സ് അല്ലേ, ഇത് നേരത്തെ അങ്ങ് ഗുണിക്കുക. 8, 12, 25. 8, 12, 25 ഇവരെ അങ്ങ് ഗുണിച്ചെഴുതുക. 8, 12, 25. ഇനി ചെയ്യേണ്ടത് നമുക്കൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമാണ്. 8 × 5. 8 × 5 എത്രയാ? 40. ഓക്കെ, പിന്നെ 10 × 12. 10 × 12 എത്രയാ? 120 ആണല്ലോ. ഇവരെ തമ്മിലൊന്ന് കൂട്ടുക. ഈ 40ഉം 120ഉം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 160 എന്ന് കിട്ടും. അപ്പൊ ഈ 160 താഴേക്ക് എഴുതിയേ, 160 അല്ലെ? അപ്പൊ ഈ ഒരു 8ഉം 160ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്? 20 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 എന്നും ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഒരു 4ഉം കിട്ടുന്നുണ്ട്. ഈ 4 കൊണ്ട് ഈ 12നെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്? 3 കിട്ടുന്നുണ്ട്. അപ്പൊ 3 × 5. 3 × 5 എന്ന് വെച്ചാൽ എത്രയാണ്? 15. അപ്പൊ ഈ ഒരു ജോലി ചെയ്യാൻ 10 പുരുഷന്മാർക്ക് 5 സ്ത്രീകൾക്കും കൂടി എത്ര ദിവസം മതി? 15 ദിവസം മതി. ഇത് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും ആയിരിക്കും അല്ലെ? അത്രേ ഉള്ളൂ. ഇവിടെ അതിന്റെ ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആൻസറും കിട്ടും. നമുക്ക് വെറുതെ സമയം കളയണ്ട. 2022 ചോദ്യമായിരുന്നു. മറ്റൊരു ചോദ്യം: A completed the school project in 20 days. How many days B take to complete the same work if he is 25% more efficient than A എന്നാണ്. ഇവിടെ എക്ക് ഒരു സ്കൂൾ പ്രോജക്റ്റ് ചെയ്യാൻ 20 ദിവസം വേണ്ടി വന്നു. എന്നാൽ ഇതേ ജോലി നമ്മൾ ആരെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ?
എയേക്കാൾ 25% കൂടുതൽ എഫിഷ്യൻസി ഉള്ള ബിയെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ. അപ്പൊ എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം ഇവരുടെ എഫിഷ്യൻസി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ എയും ബിയും ആണ് നമുക്കിവിടെ ആളുകൾ അല്ലെ. എക്ക് 100 ജോലി ചെയ്യാൻ പറ്റുമെന്നങ്ങ് വിചാരിക്കും. ആ സമയം കൊണ്ട് ബിക്ക് ആണെങ്കിൽ 25% കൂടുതൽ ചെയ്യാം എന്ന് വെച്ചാൽ 125 ജോലി ചെയ്യാൻ പറ്റും. എക്ക് 100 ജോലി ചെയ്യാൻ പറ്റുമ്പോൾ ബിക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റും? 125 ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഇവരുടെ എഫിഷ്യൻസി എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഈ 100:125 എന്നങ്ങ് എടുക്കുക. 100നെയും 125നെയും 25 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 4:5 എന്ന് കിട്ടുമല്ലോ. അപ്പൊ എ 4 ജോലി ചെയ്യുമ്പോൾ ബിക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റും? 5 ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ 100:125 എ 100 ജോലി ചെയ്യുമ്പോൾ ബിക്ക് 125 ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ എഫിഷ്യൻസി 4:5 ആണ്. അവിടെ ഇരുന്നോട്ടെ. ഇനി പറയാണ് എ ഈ ഒരു ജോലി ചെയ്യാൻ, ഈ പ്രോജക്റ്റ് ചെയ്യാൻ 20 ദിവസം എടുത്തു. എക്കാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യാൻ പറ്റും? 4 ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ 20 ദിവസം കൊണ്ട് എ ചെയ്യുന്ന ജോലി, എ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റ്. 20 ദിവസം കൊണ്ട് ഈ എ എത്ര ജോലി ചെയ്തിട്ടുണ്ടാവും? 20x4. കാരണം എന്താ? എക്ക് ഒരു ദിവസം 4 ജോലി ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? എഫിഷ്യൻസി എന്ന് പറയുക. എക്ക് ഒരു ദിവസം 4 ജോലി ചെയ്യാൻ പറ്റും, ബിക്ക് ആണെങ്കിൽ 5 ജോലി. ഇതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുക അല്ലെ. അപ്പൊ എ ചെയ്യുന്ന ജോലി മൊത്തം എത്രയുണ്ട്? 20x4 80 ജോലിയുണ്ട്. ഈ ജോലി നമ്മൾ ആരെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ? ബിയെ കൊണ്ട്. ബിക്ക് ആണെങ്കിൽ ഒരു ദിവസം 5 ജോലി ചെയ്യാൻ പറ്റും അല്ലെ. എ ചെയ്യുന്നത് 20x4 ആകെ 80 ജോലി. ബി അത് ഒരു ദിവസം 5 എന്ന ക്രമത്തിൽ ചെയ്യുന്നു. അപ്പൊ 20നെയും 5നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടും. അപ്പൊ 4x4 16 എന്ന് എഴുതാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജോലി ചെയ്യാൻ ബിക്ക് എത്ര ദിവസം മതി എന്ന് ചോദിച്ചാൽ 16 ദിവസം മതി. ഇത്രയേ ഉള്ളൂ കാര്യം, വേറൊന്നുമില്ല കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്താണ് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് റിവേഴ്സ് ഇതൊക്കെ ചെയ്യാം. അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ. അങ്ങനെ ചെയ്യാനാണെങ്കിൽ നേരെ തിരിച്ചെടുത്താൽ മതി. എങ്ങനെ? 4:5 എന്നുള്ളത് 5:4, എന്നിട്ട് അതിന്റെ മൾട്ടിപ്പിൾ എങ്ങനെ വന്നു എന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് സൗകര്യം. 20x4 എടുക്കുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര ദിവസം കൊണ്ട് ബിക്ക് ജോലി കംപ്ലീറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ 16 ദിവസം കൊണ്ട് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. മറ്റൊരു ചോദ്യം. രാജു വിൽ കംപ്ലീറ്റ് എ ജോബ് ഇൻ 20 days, whereas റാണി വിൽ ഡു ഇറ്റ് ഇൻ 15 days. രാജുവിന് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം വേണം. റാണിക്കാണെങ്കിൽ അത് ചെയ്യാൻ എത്ര ദിവസം മതി? 15 ദിവസം മതി. സഹിൽ ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 12 days. സഹിലിനാണെങ്കിലോ എത്ര ദിവസം? 12 ദിവസം മതി ഈ ജോലി ചെയ്യാൻ. ഓക്കെ. ഇഫ് ദേ ജോയിന്റ്ലി വർക്ക് ഫോർ 2 days. ഇവർ 3 പേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? 2 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. ആഫ്റ്റർ ദാറ്റ് രാജു എലോൺ ക്യാരീസ് ഓൺ വിത്ത് ദാറ്റ് വർക്ക്. രാജു മാത്രം എന്ത് ചെയ്യുന്നു? ആ ഒരു ജോലി തുടരുന്നു. ഹൗ മെനി ഡേയ്സ് മോർ വിൽ ബി റിക്വയർഡ് ഫോർ രാജു ടു കംപ്ലീറ്റ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ രാജുവിന് ഇനി എത്ര ദിവസം കൂടി അധികമായി വേണം ഇത് ചെയ്തു തീർക്കാൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇവരുടെ എഫിഷ്യൻസിയാണ്. ജോലി ചെയ്യാനുള്ള കഴിവ് വേണ്ടേ? വേണം. രാജുവിനാണെങ്കിൽ എത്ര ദിവസം വേണം ഈ ജോലി ചെയ്യാൻ? 20 ദിവസം വേണം. അതുപോലെ റാണിക്കാണെങ്കിൽ എത്ര ദിവസം വേണം? 15 ദിവസം വേണം. അതുപോലെ സഹിലിനാണെങ്കിൽ ഈ സെയിം ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 12 വേണം. 20, 15, 12. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 സംഖ്യകളുടെ LCM എടുക്കുക എന്നുള്ളതാണ്. 20, 15, 12. LCM എത്രയാ? 60 ആണ്. ഇത്ര എഴുതാൻ നമുക്ക് പറ്റുമല്ലോ? പറ്റും. ഇനി നമ്മൾ ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസി എഴുതാൻ പോവാ. 3 പേർക്ക് ഒരു ദിവസം എത്ര ജോലി ചെയ്യാൻ പറ്റും? അപ്പൊ ആകെ 60 ജോലിയാണ് ഇവിടെ ഉള്ളത്. ഈ 60 ജോലി ചെയ്യാൻ രാജുവിന് 20 ദിവസം വേണമെങ്കിൽ രാജുവിന്റെ എഫിഷ്യൻസി 3. എങ്ങനെയെന്നറിയാലോ? 60/20. ശ്രദ്ധിക്കുക, 60 ആകെ ജോലി, 60നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഇനി റാണിക്കാണെങ്കിൽ 15 ദിവസം മതി. അപ്പൊ 60/15 എടുക്കുക. എത്രയാ? 4 എഫിഷ്യൻസി. സഹിലിനാണെങ്കിൽ 12 മതി. അപ്പൊ 60/12 5 എടുക്കുക. ഇവരുടെ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട്. രാജുവിന് 3 ആണ്. രാജുവിന് ഒരു ദിവസം 3 ജോലി ചെയ്യാൻ പറ്റും. റാണിക്കാണെങ്കിൽ 4 ജോലി ചെയ്യാൻ പറ്റും. സഹിലിനാണെങ്കിൽ 5 ജോലി ചെയ്യാൻ പറ്റും. ഇവര് 3 പേരും ചേർന്നാലോ? ഇവർ 3 പേരും കൂടെ ചേർന്നാൽ ഒരു ദിവസം 12 ജോലി ചെയ്യുമല്ലോ? ചെയ്യും, എന്തായാലും ചെയ്യും. ഇവർ 3 പേരും കൂടെ ഒരു ദിവസം 12 ജോലി ചെയ്യും.
അങ്ങനെയാണെങ്കിൽ 2 ദിവസം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ജോലി ചെയ്തേ? ആണ്. അപ്പൊ ഈ 12 ജോലി എന്ന ക്രമത്തിൽ 2 ദിവസം ഇവരെല്ലാവരും കൂടി ജോലി ചെയ്തപ്പോ എന്ത് കിട്ടി? 24 ജോലി കംപ്ലീറ്റ് ആയി. 24 ജോലി ഇവിടെ 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് തീർത്തിട്ടുണ്ട്. ഇനി എത്ര ജോലി ബാക്കിയുണ്ട്? മൊത്തം 60 ജോലിയിൽ 24 പോയാൽ ബാക്കി വരുന്നത് 36 ജോലിയല്ലേ? ആണ്. ബാലൻസ് ഇനി ചെയ്തു തീർക്കാനുള്ളത് 36. ഇതാരാ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? രാജു ഒറ്റയ്ക്കാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. അപ്പൊ രാജുവിനാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യാൻ പറ്റും? 3 ജോലി അല്ലേ? അപ്പൊ രാജുവിന്റെ എഫിഷ്യൻസി ആയ 3 കൊണ്ട് 36നെ ഡിവൈഡ് ചെയ്യാം. 36/3 എത്രയാണ്? 12. അപ്പൊ രാജുവിന് ഈ ജോലി ചെയ്തു തീർക്കാൻ ഇനി എത്ര ദിവസം കൂടി വേണം എന്ന് ചോദിച്ചാൽ 12 ദിവസം. ഇത്രയേ ഉള്ളൂ കഥ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്ത എന്താണ്? ഈ തന്നിട്ടുള്ള അളവുകളുടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആ ഒരു ടൈമിന്റെ LCM എടുത്തു, 60 എന്ന് എഴുതി. എന്നിട്ട് ഓരോരുത്തരുടെയും എഫിഷ്യൻസി എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവരെല്ലാവരും കൂടെ കൂട്ടി എഴുതി. അപ്പൊ എത്ര കിട്ടി? 12 കിട്ടി. ഒരു ദിവസം ഇവർക്ക് എല്ലാവർക്കും കൂടെ 12 ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ 2 ദിവസം ആകുമ്പോൾ 24 ജോലി തീർന്നു. ബാക്കി വരുന്ന ഒരു 36 ജോലിയാണ്. അത് ആരൊറ്റയ്ക്ക് ചെയ്യുന്നു? രാജു ഒറ്റയ്ക്ക് ചെയ്യുന്നു. അപ്പൊ എത്രയായി? 12 ദിവസം കഴിഞ്ഞു പരിപാടി. മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ ആൻസർ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. എഫിഷ്യൻസി എടുത്ത് തന്നെ ചെയ്യുക. അതിനകത്ത് വെറുതെ ഇക്വേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടിട്ട് സമയം കളയണ്ട. മറ്റൊരു ചോദ്യം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക കേട്ടോ. 2 women and 5 men can together finish a work in 4 days, while 3 women and 6 men can finish the same work in 3 days. Find the time taken by one man alone to finish the work എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. 2 സ്ത്രീകളുണ്ട്, ഇവരോടൊപ്പം 5 പുരുഷന്മാർ കൂടി വർക്ക് ചെയ്താൽ 4 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. ഓക്കെ, അതുപോലെ തന്നെ 3 സ്ത്രീകളും അതുപോലെ 6 പുരുഷന്മാരും കൂടി ചേർന്നാൽ ഈ ഒരു ജോലി എത്ര സമയം കൊണ്ട്? 3 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ 2 ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി എടുക്കുക അല്ലെ. ആദ്യം എന്ത് ചെയ്യാം? LCM എഴുതാം. ആരുടെയൊക്കെ? 4ന്റെയും 3ന്റെയും LCM എടുക്കാം. 4ന്റെയും 3ന്റെയും കൂടെ LCM എന്ന് പറയുന്നത് 12 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ 2 സ്ത്രീകളുടെയും 5 പുരുഷന്മാരുടെയും എഫിഷ്യൻസി, 2 സ്ത്രീകളുടെയും 5 പുരുഷന്മാരുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12/4 3 എന്നായിരിക്കും. ഇനി പറയുന്നത് എന്താണ്? 3 സ്ത്രീകളാണ്, അതോടൊപ്പം 5 പുരുഷന്മാരാണോ? അല്ല, 6 പുരുഷന്മാർ. ഇത്രയും പേര് ചേർന്നാൽ എത്രയാ? 3 ദിവസം കൊണ്ടാണ്. അപ്പൊ അവരുടെ എഫിഷ്യൻസി എത്രയാ? 12/3 4 എന്ന് എഴുതുക. ഒരു ദിവസം ആദ്യത്തെ ഗ്രൂപ്പിനാണെങ്കിൽ 3 ജോലി ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ ഗ്രൂപ്പിനാണെങ്കിൽ 4 ജോലി ചെയ്യാൻ പറ്റും. എഴുതിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് ഒരു പുരുഷന്റെ ടൈം കണ്ടുപിടിക്കണം. അപ്പൊ ഇനി എന്ത് ചെയ്യുക? സ്ത്രീകളെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. സ്ത്രീകളുടെ എണ്ണം അവിടെ ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മൾ ഇത് 2 ഇക്വേഷൻ ആയിട്ട് തന്നെ പരിഗണിക്കുക അല്ലെ. ഇവിടെ സ്ത്രീകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് 3 ആണ്, ഇവിടെ സ്ത്രീകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് 2. താഴത്തെ 3 കൊണ്ട് മുകളിൽ ഗുണിക്കുക, മുകളിലത്തെ 2 കൊണ്ട് താഴെ ഗുണിക്കുക. ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ. അപ്പൊ 3 നമ്മൾ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ 6 എന്ന് കിട്ടും. 6 സ്ത്രീകൾ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3 × 2 6 സ്ത്രീകൾ. ഇനി 3 × 5 15 പുരുഷന്മാർ. ഇത്രയും പേർ ചേർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു 3 ഓൾറെഡി കിടപ്പുണ്ട്, ഇവിടെ ഒരു 3 ഇല്ലേ? 3 3 9 എന്ന് എഴുതുക. ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഇനി അതുപോലെ 2 താഴേക്ക് വരുമ്പോൾ എന്ത് കിട്ടും? 6 സ്ത്രീകൾ പ്ലസ് 12 പുരുഷന്മാർ എന്ന് പറയുന്നത് എത്രയാ? 4 × 2 8 എന്ന് കിട്ടും. കണ്ടോ? അപ്പോ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, 6 സ്ത്രീകളുടെയും 15 പുരുഷന്മാരുടെയും കൂടെ എഫിഷ്യൻസി 9 ആണ്. 6 സ്ത്രീകളുടെയും 12 പുരുഷന്മാരുടെയും കൂടെ എഫിഷ്യൻസി 8 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവർ രണ്ടുപേരെ അങ്ങ് മൈനസ് ചെയ്യാം. ഈ 2 വാല്യൂസ് മൈനസ് ചെയ്യാം. 6W മൈനസ് ചെയ്തു 0. 15M ൽ നിന്ന് 12M മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? 3M എന്ന് കിട്ടി അല്ലെ. 3 പുരുഷന്മാരുടെ എഫിഷ്യൻസി എത്രയാ? 9ൽ നിന്ന് 8 പോയാൽ 1. 3 പുരുഷന്മാരുടെ എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ. ഒരു പുരുഷന് ഒരു ദിവസം എത്ര ജോലി ചെയ്യാൻ പറ്റും?
മൂന്നിലൊന്ന് ജോലി ചെയ്യാൻ പറ്റും അല്ലെ? 3 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷന് മൂന്നിലൊന്ന് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ജോലി, ഈ പറയുന്ന 12 ജോലിയല്ലേ ആകെ ജോലി? ഈ ജോലി മുഴുവൻ ഒരു പുരുഷൻ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും എന്നറിയാൻ 12/3 എന്നങ്ങ് എഴുതിയാൽ മതി. 12/3 എന്ന് വെച്ചാൽ എന്താണ്? 12 × 3 എന്ന് എടുത്താൽ മതി. 12 × 3 ആരാ? യെസ്, 36 കഴിഞ്ഞു. ഇത്രയുള്ള ആൻസർ കേട്ടോ. അപ്പോ ഇത് ഒരൊറ്റ പുരുഷൻ മാത്രമായിട്ടാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും? 36 ദിവസത്തിൽ കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ കാര്യം. റെഡി ആയില്ലേ? യെസ്. ഓക്കെ, ഉറപ്പിക്കാം. നമ്മുടെ ആൻസർ 36 ആണ്. എഫിഷ്യൻസി തന്നെ എടുത്ത് ചെയ്താൽ മതി. ശ്രദ്ധയോടുകൂടി ചെയ്യുക. എന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അധികം നമുക്ക് സമയം കളയണ്ട. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. റിവൈസ് ചെയ്താൽ മാത്രം മതി. ഇനി പറയാണ്, മറ്റൊരു ചോദ്യമാണ്. 3 സ്ത്രീകൾ, 3 women and 6 men can together finish a embroidery work in 5 days, while 4 women and 7 men can finish it in 4 days. The number of days taken by one woman alone to finish the work and also that taken by one man alone are respectively. ഇവിടെ എന്താ സംഭവം? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. എന്താ? 3 സ്ത്രീകളും തന്നിട്ടുണ്ട്, അതോടൊപ്പം 6 പുരുഷന്മാരും അല്ലെ? ഇവർക്ക് ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 5 ദിവസം വേണം. അതുപോലെ അടുത്തൊരു ഗ്രൂപ്പ് നോക്കുമ്പോൾ 4 സ്ത്രീകളുണ്ട്, അതുപോലെ 7 പുരുഷന്മാരും ഉണ്ട്. അപ്പൊ എത്ര സമയം വേണം എന്ന് ചോദിച്ചാൽ 4 ദിവസം വേണം ആണല്ലോ. കണ്ടെത്തേണ്ടത് ഒരു സ്ത്രീക്ക് മാത്രം ഈ ജോലി തീർക്കാൻ എത്ര സമയം വേണം, അതുപോലെ ഒരു പുരുഷന് മാത്രമാണെങ്കിലോ ഇത് രണ്ടും നമുക്ക് വേണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ LCM എടുക്കലാണ്. ഏതൊക്കെ? 5ന്റെയും 4ന്റെയും LCM എന്ന് വെച്ചാൽ 20 ആണല്ലോ. അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എഫിഷ്യൻസി എഴുതണം. ഈ 2 ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി എങ്ങനെയാ? 3W + 6M എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക? 20/5 എന്ന് എഴുതുക. 20/5 4. അതുപോലെ തന്നെ 4W + അതുപോലെ 7M എന്ന് പറയുന്നത് 20/4 എന്ന് എടുക്കുക. എത്രയാ? 5. ഇത്ര എഴുതാമല്ലോ. ഇതാണ് 2 ഫോർമുല അല്ലെങ്കിൽ 2 ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം? ഇവിടെ നിന്ന് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ പോലെ തന്നെ ആദ്യം ഏത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ഏത് കണ്ടെത്താം? സ്ത്രീകളുടെ എഫിഷ്യൻസി കണ്ടെത്താം. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? പുരുഷന്മാരുടെ നമ്പർ ഡിലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഈ 6ഉം ഈ 7ഉം എടുക്കാം. 7 കൊണ്ട് മുകളിലത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക, 6 കൊണ്ട് താഴത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്താൽ മതി അല്ലെ? 7 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 21W എന്ന് എഴുതാം. അതുപോലെ 6 7 42M എന്ന് എഴുതാം. അതുപോലെ 4 7 28 എഴുതാമല്ലോ. ഇനി 6 കൊണ്ട് താഴേക്ക് ഗുണിക്കുകയാണെങ്കിൽ 6 4 24W എന്ന് എഴുതാം. 6 7 42M എന്ന് എഴുതാം. അതുപോലെ എന്തെഴുതുക? 5 6 30 എന്ന് എഴുതുക. ഇനി ഇവിടെ നമ്മൾ കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പം മുകളിൽ നിന്ന് താഴേക്കല്ല, താഴെ നിന്ന് മുകളിലേക്ക്. ഈ താഴത്തെ ഇക്വേഷനിൽ നിന്ന് മുകളിലത്തെ ഇക്വേഷൻ കുറച്ചാൽ മതി. 24W നിന്ന് 21W കുറച്ചാൽ 3W എന്ന് എഴുതാമല്ലോ. 42M 42M ക്യാൻസലായി. ഇനി 30ൽ നിന്ന് 28 കുറച്ചാൽ എത്ര കിട്ടും? 30ൽ നിന്ന് 28 കുറച്ചാൽ 2 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ 3W = 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് W നമുക്ക് എഴുതാമല്ലോ അല്ലെ? സ്ത്രീകളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാ? 2/3 എന്ന് എഴുതാൻ പറ്റും. ഒരു സ്ത്രീക്ക് ഒരു ദിവസം 3ൽ 2 ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ജോലി പൂർണ്ണമായി ചെയ്തു തീർക്കാൻ, ഈ 20 ജോലിയും പൂർണ്ണമായി ചെയ്തു തീർക്കാൻ എത്ര സമയം വേണമെന്ന് അറിയാൻ 20നെ 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 20നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 20നെയും ഈ 2നെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 10 എന്ന് എഴുതാം. അപ്പൊ 3നെയും 10നെയും കൂടെ ഗുണിച്ചെഴുതാം. 3 × 10 30 എന്ന് കിട്ടും. കണ്ടോ? ഇവിടെ കിട്ടിയോ? അപ്പൊ ഒരു സ്ത്രീക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? 30 ദിവസം വേണം. പിന്നെ ഈ പുരുഷന്റെ നിങ്ങൾ കണ്ടുപിടിച്ച് സമയം കളയരുത്. കാരണം ഓപ്ഷനിൽ നോക്കുമ്പോഴേ 30 എവിടെയാണോ വരുന്നത്, ആദ്യം 30 എവിടെയാണോ വരുന്നത് അതങ്ങ് ചൂസ് ചെയ്യുക.
കേട്ടോ. ആദ്യം 30, കാരണം ഓർഡർ അനുസരിച്ച് ആദ്യം സ്ത്രീയുടെയാണ് ആൻസർ വേണ്ടത്. ഇപ്പൊ 30 ആദ്യം എവിടെ വന്നേ? ഇവിടെ 30, 60 കണ്ടോ. ഇനി പുരുഷന്റെ എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ സമയം അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ ഒരു സ്ത്രീക്ക് മാത്രം ആ ജോലി ചെയ്തു തീർക്കാൻ 30 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ പുരുഷന് എത്ര ദിവസം വേണം? 60 ദിവസം വേണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അങ്ങ് ആലോചിച്ചാൽ മാത്രം മതി. അതാണ് ഇവിടുത്തെ ആൻസർ. ഇനി പുരുഷന്റെ കൂടി എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഇപ്പൊ 2 ഓപ്ഷൻ അല്ലെങ്കിൽ 3 ഓപ്ഷൻസിൽ ആദ്യത്തേത് 30 വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എങ്ങോട്ടേക്ക് പോയാൽ മതി? പുരുഷന്റെയും കൂടി കണ്ടുപിടിക്കാനായിട്ട് പോയാൽ മതി. റെഡി അല്ലേ? മറ്റൊരു ചോദ്യം. ഇഫ് 2 men and 4 boys can finish a job in 8 days, 3 men and 2 boys can finish it in 6 days, how many days will 12 boys take to finish the same? അങ്ങനെയാണെങ്കിൽ 12 ബോയ്സിന് മാത്രം ഈ ജോലി ചെയ്യാൻ എത്ര സമയം? ഇപ്പൊ പറഞ്ഞ പോലത്തെ ചോദ്യം. സ്ത്രീയും പുരുഷനും എന്നുള്ളത് മാറിയിട്ട് മെൻ ആൻഡ് ബോയ്സ് ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അപ്പൊ 2 പുരുഷന്മാരും 4 ബോയ്സും ചേർന്നാൽ ഈ ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അല്ലെ. അതുപോലെ 3 പുരുഷന്മാരും അതുപോലെ ആരാണ്? 2 ബോയ്സും അല്ലെ. 2 ബോയ്സും ചേർന്നാൽ ഈ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 6 ദിവസം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ LCM എടുക്കും അല്ലെ. 8ന്റെ 6ന്റെ LCM എടുക്കും. എത്ര എന്ന് എഴുതുക? 24 എന്ന് എഴുതുക. അപ്പൊ എഫിഷ്യൻസി എടുത്തിട്ട് ചെയ്താലോ? അപ്പൊ 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും കൂടി എഫിഷ്യൻസി നോക്കുമ്പം 24/8 അല്ലേ. 24/8 3 എടുക്കുക. അതുപോലെ 3 പുരുഷന്മാരും 2 ആൺകുട്ടികളും കൂടി എഫിഷ്യൻസി എടുക്കുമ്പം എന്ത് വേണം? അതെ, 24/6 എടുത്താൽ മതി. എത്ര കിട്ടും? 4. ഇത്ര എഴുതാമല്ലോ. ഓരോ ദിവസം ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് 3ഉം 4ഉം എന്ന ക്രമത്തിൽ. ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ട ബോയ്സിന്റെ ആണല്ലോ. 12 ബോയ്സിന്റെ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുരുഷന്മാരെ ഡിലീറ്റ് ചെയ്യുക. പുരുഷന്മാരെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ പുരുഷന്മാരുടെ കൂടെയുള്ള നമ്പർ 3 ആണ്. ഇവിടെ പുരുഷന്മാരുടെ കൂടെയുള്ള നമ്പർ 2 ആണ്. ഇതെന്ത് ചെയ്യുക? മുകളിൽ ഗുണിക്കുക, മറ്റേ നമ്പർ താഴെ ഗുണിക്കുക. 3 കൊണ്ട് മുകളിൽ ഗുണിക്കുമ്പം 6m എന്ന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? 6m പ്ലസ് 12b ഈക്വൽ ടു 9 എന്ന് എഴുതുക. അതുപോലെ 2 കൊണ്ട് താഴെ ഗുണിക്കുമ്പോൾ 6m പ്ലസ് 4b ഈക്വൽ ടു എത്ര എന്ന് എഴുതും? 8 എന്ന് എഴുതുക. എഴുതാം. ഇതിന്ന് പുരുഷന്മാരെ നമുക്ക് ഒഴിവാക്കിയാലോ. 6m കുറച്ചാൽ 0. പിന്നെ 12bയിൽ നിന്ന് ആരെ ഒഴിവാക്കുക? 4b ഒഴിവാക്കുക. 12bയിൽ നിന്ന് 4b ഒഴിവാക്കിയാൽ ബാക്കി 8b ആണുള്ളത്. അപ്പൊ 8b ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 9 - 8 1 എന്ന് വെച്ചാൽ 8 ആൺകുട്ടികളുടെ എഫിഷ്യൻസി 1 ആണ്. 8 ആൺകുട്ടികൾ ചേർന്നാൽ ഒരു ജോലി ചെയ്യും ഒരു ദിവസം അല്ലെ. എന്നാൽ നമുക്കിവിടെ എത്ര ആൺകുട്ടികളുണ്ട്? 12 ആൺകുട്ടികളുണ്ട് അല്ലെ. 8 ആൺകുട്ടികൾക്ക് എഫിഷ്യൻസി 1 ആണെങ്കിൽ 4 ആൺകുട്ടികൾക്ക് എഫിഷ്യൻസി ഹാഫ് ആയിരിക്കും അല്ലെ. ഓക്കെ, 8 ആൺകുട്ടികളുടെ എഫിഷ്യൻസി 1 ഒരു ദിവസം ഒരു ജോലിയെങ്കിൽ 4 ആൺകുട്ടികൾക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റും? ഇതിന്റെ നേരെ പകുതി. കണ്ടോ? അങ്ങനെയാണെങ്കിൽ 12 ആൺകുട്ടികൾക്ക് ഒരു ദിവസം എത്ര ജോലി ചെയ്യാൻ പറ്റും? നോക്കിയേ. 12 ആൺകുട്ടികൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ജോലി 1/2 ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 3/2 എന്ന് എഴുതാമല്ലോ. അപ്പൊ 12 ആൺകുട്ടികൾ ചേർന്നാൽ ഒരു ദിവസം 3/2 ജോലി ചെയ്യും. ആകെ അവിടെ ചെയ്തു തീർക്കേണ്ട ജോലി 24 അല്ലേ. അപ്പൊ 24നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പൊ 12 ആൺകുട്ടികളുടെ എഫിഷ്യൻസി 3/2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു. ഈ 8 എന്ന് കിട്ടിയിട്ടുണ്ട്. 8 × 2 16 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന ആൺകുട്ടികൾക്ക് ഈ ഒരു ജോലി 24 ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 12 ആൺകുട്ടികൾക്ക് 24 ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം മതി? 16 ദിവസം മതി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ആൻസർ. കണ്ടോ? ഇപ്പൊ അവസാനം ചെയ്ത 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് എല്ലാത്തിനും ഒരേ സ്വഭാവമാണ്. അപ്പൊ ആ 3 ചോദ്യങ്ങളും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. അത്തരം ചോദ്യങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അടുത്തൊരു ടോപ്പിക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ്, കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള 5 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 6²
10⁻⁴, 15 cube divided by 2⁻�6, 3⁻5, 5⁻6. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ താഴെയുള്ള എല്ലാം പ്രൈം നമ്പേഴ്സാ. അപ്പൊ മുകളിലുള്ള സംഖ്യകളെ കൂടി എന്താക്കുക, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ 6ന്റെ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം അതിനെ 2ന്റെ സ്ക്വയർ ഇൻറ്റു 3ന്റെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പൊ 10⁻4 അതിനെങ്ങനെ എഴുതാ, 2⁻4 അതുപോലെ 5⁻4 എന്ന് എഴുതാമല്ലോ. അതുപോലെ 15ന്റെ ക്യൂബ് അതിനെങ്ങനെ എഴുതാ, 3ന്റെ ക്യൂബ് ഇൻറ്റു 5ന്റെ ക്യൂബ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി താഴെ ആരാ വരുന്നത്, 2⁻6. അപ്പൊ 2⁻6 അവിടെ കിടക്കട്ടെ, 3⁻5 അവിടെ കിടക്കട്ടെ, 5⁻6 അവിടെ കിടക്കട്ടെ. നിങ്ങൾ നോക്കുക, താഴെ എത്ര 2 ഉണ്ട്, 6 എണ്ണം ഉണ്ട്. മുകളിലോ 2 എണ്ണമായി, ഇവിടെ എത്രയായി, 4 എണ്ണമായി അല്ലെ. അപ്പൊ ഈ 2ഉം ഈ 4ഉം കൂടെ 6 എണ്ണം ആയില്ലേ, ഈ താഴത്തെ 6 എണ്ണമായിട്ട് ക്യാൻസൽ ചെയ്തോളാം. ഇനി മുകളില് 3 നോക്കാം. താഴെ 5 എണ്ണാണുള്ളത്, മുകളില് 3 എത്രയാ, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. അപ്പൊ 3ഉം 2ഉം എത്രയായിട്ടുണ്ട്, 5 ആയിട്ടുണ്ട്. 3ഉം 2ഉം 5. അപ്പൊ താഴത്തെ 5ഉം ആയിട്ട് ക്യാൻസൽ ചെയ്തു, പോട്ടെ. ഇനി നോക്കുമ്പോ 5 ആണ്, 5 മുകളിൽ 4 എണ്ണം പിന്നെ 3 എണ്ണം. അപ്പൊ അത് മൊത്തത്തിൽ 5⁻7 എന്ന് കിട്ടും. താഴെ വരുന്നത് 5⁻6 അല്ലേ. അപ്പൊ 5⁻7 ഡിവൈഡഡ് ബൈ 5⁻6 എന്ന് വെച്ചാൽ അതെന്താണ്, 5 എന്ന് തന്നെയാണ് അല്ലെ. മുകളിൽ 7 എണ്ണം, താഴെ 6 എണ്ണം. അപ്പോൾ 7 എണ്ണത്തിൽ നിന്ന് 1 കുറയ്ക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അല്ലാതെ ഇവിടെ എന്ത് ചെയ്യണ്ട, നമ്മൾ റൂൾ ഉപയോഗിച്ചിട്ടേ ചെയ്യൂ, ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. മുകളിലുള്ള വാല്യൂസ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് താഴെയുള്ളതും മുകളിലുള്ളതും എണ്ണം നോക്കി കട്ട് ചെയ്യുക. 2 എത്ര എണ്ണം ഉണ്ടായിരുന്നു, 6 എണ്ണം, താഴെ 6 എണ്ണം വെട്ടിപ്പോയി. 3 എത്ര എണ്ണം ഉണ്ടായിരുന്നു, മുകളിൽ 5 എണ്ണം, താഴെ 5 എണ്ണം വെട്ടിപ്പോയി. പിന്നെ ആരേ ഉള്ളൂ, 5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുകളിൽ 7 എണ്ണം, താഴെ 6 എണ്ണം. അപ്പൊ മിച്ചം എന്ന് പറയാൻ മുകളിലുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതങ്ങ് എഴുതിയാൽ മതി, ഇതിന്റെ ആവശ്യമുള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. ഇനി പറയാണ് അതുപോലെ മറ്റൊരു ചോദ്യം, 0.2⁻4 ഇൻറ്റു 0.27 ഡിവൈഡഡ് ബൈ 0.03 ക്യൂബ്. ശരിക്കും ഇത് വരുന്നത് ഡെസിമൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിട്ടാണ്. അപ്പൊ ഡെസിമൽ ഫ്രാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് ചേർത്തിരുന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ കിട്ടിയേനെ. ഇവിടെ നമുക്ക് കൃത്യക നിയമങ്ങൾ എന്നതിൽ ഉപരി ഇവിടെ പവേഴ്സ് തന്നിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് 0.2⁻4, 0.2⁻4 ആരാ, 16 ആണല്ലേ അല്ലെ. 2⁻4 എന്ന് വെച്ചാൽ 16 ആണ്. അപ്പൊ അത് തന്നെ 0.2⁻4 എഴുതുമ്പോൾ 4 ഡെസിമൽ പ്ലേസ് വരണം. അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതാം, 0.0016 എന്ന് എഴുതാം. ഇനി അടുത്ത് വരുന്നത് 0.27 ആണല്ലോ അല്ലെ, അത് അതുപോലെ എഴുതുക. താഴെ വരുന്നത് 0.03യുടെ ക്യൂബാണ്. 3ന്റെ ക്യൂബ് എത്രയാ, 27. അപ്പൊ അതെങ്ങനെ എഴുതാം, 0.000000. ഇനിയുണ്ടോ, ഇല്ല. ഇനി 27 അതുപോലെ എഴുതിയാൽ മതി. കാരണം ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു, അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ അതിനകത്ത് എത്ര എണ്ണം വരണം, 6 എണ്ണം വരണം. ഇതാ സംഭവം. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് മുകളിലൊരു 16, പിന്നെ ഒരു 27, താഴെ ഒരു 27. ഇത്രയാണ് നമ്മുടെ നമ്പേഴ്സ് ആയിട്ട് കയ്യിലുള്ളത്. 27ഉം 27ഉം വെട്ടിപ്പോയി, ബാക്കി ആരാ, 16. എന്ന് വെച്ചിട്ട് റിസൾട്ട് 16 എന്ന് എഴുതരുത്. അതിന് മുമ്പ് നോക്കുക, ഡെസിമൽ പ്ലേസസ് നോക്കുക. മുകളിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 4 എണ്ണം, ഇവിടെ 2 എണ്ണം, അങ്ങനെ മൊത്തം 6 എണ്ണം. ഇനി താഴേക്ക് നോക്കുക, എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്, 6 എണ്ണം. മുകളിലും താഴെയും ഒരുപോലെ അല്ലേ ദശാംശ സ്ഥാനങ്ങൾ, ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല, ഇവിടെ എന്താണോ നമ്പർ കിട്ടിയത് അതുപോലെ ഇടുക. അഥവാ താഴെ ഡെസിമൽ പ്ലേസ് കൂടുതലുണ്ട് എന്ന് വിചാരിക്കുക, അതിനനുസരിച്ച് 0 ഇട്ട് കൊടുക്കുക. അഥവാ മുകളിലാണ് ഡെസിമൽ പ്ലേസ് 1ഓ 2ഓ കൂടുതലുള്ളതെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആ ഡെസിമൽ പ്ലേസ് ഇവിടെ ഇട്ട് കൊടുക്കുക, റിസൾട്ടിലേക്ക് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ തൽക്കാലം നമുക്ക് ഏത് മതി, ഇവിടെ 16ന്റെ ആവശ്യമുള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ റിസൾട്ട് എന്താണ്, 16. ഓക്കെ അല്ലേ, യെസ്. ഡെസിമൽ നമ്പറും കൂടി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ പറയാണ് 3⁻x−y. 3⁻x−y എന്ന് പറയുന്നത് 3ന്റെ പവറിൽ x−y വന്നപ്പോ ഇത് എത്രയായി, 2148 എന്ന് കിട്ടി. അതുപോലെ 3⁻x+y എന്ന് പറയുന്നത് ആരാണ്, 243 ആണ്, ആണല്ലോ, ആണ്. അപ്പൊ 3ന്റെ പവറാണ്. എടാ 243 എന്ന് പറയുന്നത് 3ന്റെ എത്രാമത്തെ പവറാണ്, 3 എത്രയാ, 5 ആണ്.
243 എന്ന് പറയുന്നത് 3/5 ആണ്. ഇനി 2148 എന്ന് പറയുന്ന സംഖ്യ ആരാ? 3/, എത്ര വരുന്നുണ്ട്? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ 5 ആയിട്ടുണ്ട്. 243 എന്ന് വെച്ചാൽ 5 ആണ്. 3/5 ആണ്. ഒരു 3 കൂടെ കൊടുത്താൽ എത്രയായി? അത് 729 ആയി. അപ്പൊ എത്രയായി? 6 ആയി അല്ലെ? ഒരു 3 കൂടെ ഗുണിച്ചാൽ എത്രയായി? 2148. അപ്പൊ എത്രയായി? ഇത് 3/7 എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. 3/7. മനസ്സിലായോ? അപ്പൊ 3/x - y എന്ന് പറയുന്നത് ആരാണ്? 7 ആണ്. 3/x+y എന്ന് പറയുന്നത് ആരാണ്? 3/x+y എന്ന് വെച്ചാൽ 3/5 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. x+y മൂല്യം എന്ന് പറയുന്നത് 5 ആണ്. x-y മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ഒരു ചോദ്യമാണ്. ഇവിടെ നിന്ന് ഇപ്പൊ x+y, x-y ആണുള്ളത്. ഈ രണ്ട് സംഖ്യകളിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ. അതായത് രണ്ട് സംഖ്യകളുടെ തുക എടുക്കുമ്പോൾ 5 കിട്ടുന്നു, വ്യത്യാസം എടുക്കുമ്പോൾ 7 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വലിയ സംഖ്യ എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന തുകയും വ്യത്യാസവും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ഓക്കെ, എക്സ് കണ്ടെത്താനായിട്ട് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുക. ഈ 5ഉം 7ഉം തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 5ഉം 7ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഇതിന്റെ പകുതി എടുക്കുക. എത്ര കിട്ടും? 6. മനസ്സിലായോ? കിട്ടി. ഇത് ഈ 6ൽ നിർത്തരുത്. 6 നമുക്ക് ആൻസർ ആയിട്ട് ചെയ്യാനും തോന്നും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ y നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ചെറിയ നമ്പർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവരെ തമ്മിൽ കുറയ്ക്കുക. ഏതിൽ നിന്ന്? 5ൽ നിന്ന് 7 കുറയ്ക്കുക. തുകയിൽ നിന്ന് വ്യത്യാസം കുറയ്ക്കുക, എന്നിട്ട് പകുതി എടുക്കുക. അപ്പൊ കിട്ടുന്നത് -2/2 എന്നാണ്. ഇവിടുത്തെ റിസൾട്ട് -1 ആണ്. ഇത് നമ്മുടെ ആൻസർ ആയിട്ട് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 6 എഴുതുവോ -1 എഴുതുവോ? ഇവിടെ കിടക്കുന്ന ഒരു ഓർഡർ അനുസരിച്ചാണെങ്കിൽ 6 നമ്മൾ എഴുതും അല്ലെ? ഒരു ചെറിയ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ 5 ആണ് ആണല്ലോ. മാത്രമല്ല ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പം 7 ആണ്. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി? ഇതിൽ ഒരു നമ്പർ ആരാണ്? നെഗറ്റീവ് ആണ്. ഒരു നമ്പർ ആരാണ്? നെഗറ്റീവ് ആണ്. ഈ കൂട്ടത്തിൽ ഒരു നമ്പർ നെഗറ്റീവ് ആണ്. അപ്പൊ ആ കൂട്ടത്തിലെ നെഗറ്റീവ് നമ്പർ ആരാ? y തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? 6ഉം -1 കൂടെ കൂട്ടിയാൽ 5. കറക്റ്റ് അല്ലേ? അതുപോലെ 6ഉം -1 കൂടെ കുറച്ചാൽ എന്ത് കിട്ടും? 7. കറക്റ്റ് അല്ലേ? അപ്പൊ എക്സിന്റെ മൂല്യം ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്തത് തന്നെയാണ് അതിന്റെ സ്റ്റെപ്പ്. ഏത് തന്നെ എടുത്താൽ മതി? 6 കേട്ടോ. എന്താ അത്? 6. ഉറപ്പിച്ചോ? എക്സിന്റെ മൂല്യം 6 കേട്ടോ. യെസ്. മറ്റൊരു ചോദ്യം ഇതായിരുന്നു. ആ ഭാഗത്ത് നിന്ന് ഒരുവിധം നമുക്ക് പരീക്ഷണം എന്ന് തോന്നിയ ഒരു ചോദ്യം കേട്ടോ. 4x-1 ഇൻറ്റു 0.5 റൈസ് ടു 3 - 2x ഈക്വൽ ടു 1/8 റൈസ് ടു x. ഇതിങ്ങനെ തന്നിട്ട് എക്സിന്റെ മൂല്യം ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ചോദ്യം വരുമ്പോൾ എപ്പോഴും എല്ലാത്തിന്റെ ബേസ് സെയിം ആക്കുക. അപ്പൊ 4 അല്ലെ? 4x-1 എന്ന് പറയുന്ന വാല്യൂ കണ്ടോ? ഇതിനെ ഞാനൊന്ന് 2ലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. ഓക്കെ, ആക്ച്വലി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4x ഡിവൈഡഡ് ബൈ 2 എന്ന് വേണമെങ്കിൽ എഴുതിക്കൂടെ അല്ലെ? അല്ലെങ്കിൽ 4x ഡിവൈഡഡ് ബൈ 4 എന്നങ്ങനെ വിചാരിക്കും. ഞാൻ എന്തിൽ കൊണ്ടുപോയില്ല? 2ലേക്ക് കൊണ്ടുപോയിട്ടില്ല. 4x ഡിവൈഡഡ് ബൈ താഴെ ആരാ? 4 ആണ് എന്ന് വിചാരിക്കും. ഓക്കെ, ഇതിനെ ഞാൻ 2ന്റെ ബേസിലേക്ക് മാറ്റുകയാണ്. അതെങ്ങനെയാ? 2 4xനെ 4നെ 2ന്റെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പൊ 4xനെ 2x എന്ന് എഴുതാം. താഴെ ആരാ വരിക? 4 എന്ന് പറയുന്ന ആരാ? 4 എന്ന് പറയുന്ന മൂല്യത്തെ എങ്ങനെ എഴുതുക? 2ന്റെ സ്ക്വയർ എന്ന് എഴുതുക. ഇതവിടെ കിടക്കട്ടെ. ഓക്കെ, ആദ്യത്തെ മൂല്യം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? 0.5 എന്നാണ്. 0.5ന്റെ പവറിൽ ആര് വന്നു? 3 - 2x വന്നില്ലേ? വന്നു. ഈ 0.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.5 എന്ന് വെച്ചാൽ ശരിക്കും 1/2 അല്ലേ? ആണ്. ഈ 1/2ന്റെ പവറിലാണ് 3 - 2x വന്നിരിക്കുന്നത്. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/2 റൈസ് ടു എന്തെടുക്കാം? 3 എന്നെടുക്കാം അല്ലെ? അതുപോലെ -2x അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഡിവൈഡഡ് ബൈ 1/2 റൈസ് ടു 2x എന്നെടുക്കാം. ഇതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതുകയാണെങ്കിൽ 1/2 റൈസ് ടു 3a
1/2 1/2 ക്യൂബ് എന്ന് എഴുതാമല്ലോ. എല്ലാത്തിനെയും 2ലേക്ക് കൊണ്ടുപോകാട്ടോ. ഇവിടെ വരുന്ന ആരാ? 1/2 താഴെയാണ് വരുന്നത്. 1/2 ആണ്. ഇതിനെ തന്നെ നമുക്ക് 1/2 എന്ന് എഴുതാം. ഇത് താഴെ ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ നേരെ തിരിച്ചങ്ങിട്ടിട്ടേ ഇൻറ്റു 2/2x എന്ന് എഴുതാം. പിടികിട്ടിയോ? അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 1/2 ക്യൂബ് ഇൻറ്റു 2/2x അവിടെ കിടക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു 1/8x ഉണ്ട്. 1/8x. ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നറിയാവോ? 1/2 ഈ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2ന്റെ ക്യൂബ് എന്ന് എഴുതാം അല്ലെ. ഇവിടെ ഒരു എക്സും കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് 1/2 3x എന്ന് എഴുതുന്നു. ഈ കിടക്കുന്ന സ്ട്രക്ചർ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാൻ പോവാട്ടോ. ആദ്യം 4x-1 പകരം ഞാൻ എന്തെഴുതി? 2/2x ഡിവൈഡഡ് ബൈ 2/2 എന്ന് എഴുതി. ഇൻറ്റു അത് കഴിഞ്ഞ് 0.5 3 - 2x എന്നാണ്. അങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ എന്തെഴുതുന്നു? 1/2 ക്യൂബ് ഇൻറ്റു 2/2x. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2/2x അതുപോലെ അവിടെ എഴുതിയിട്ട് താഴെ 2 ക്യൂബ് എഴുതിയിട്ടുണ്ട്. ഇനി ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് ആരാ വരുന്നത്? 1/2 എന്നാ വന്നത്. സ്പ്ലിറ്റ് ചെയ്ത് മുഴുവൻ 2ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇവിടെ 2/2x ഇവിടെ ഒരു 2/2x ഇവിടെ ഒരു 2/3x ഇല്ലേ? ഇതിന് നേരെ അപ്പുറത്ത് കൊണ്ടുപോയാൽ ഇൻറ്റു ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് 2/2x ഇൻറ്റു 2/2x ഇൻറ്റു 2/3x എന്നാണ് കിട്ടുക. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള 2/2ഉം 2/3യും കൂടെ ചേർത്തിട്ട് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 2/5 എന്ന് എഴുതി. ഇവിടെ ഡിവൈഡ് ചെയ്തിരുന്നത് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എല്ലാം കൂടെ ഞാൻ കമ്പൈൻ ചെയ്യാണ്. 2/2x 2/2x 2/3x ചേർത്ത് വായിച്ചാൽ 2/2x 3x ചേർത്ത് വായിച്ചാൽ 7x എന്ന് കിട്ടൂലേ? ഇതിന്റെ മൂല്യമാണ് 2/5. അപ്പൊ ഇവിടെ 2/7x എന്ന് പറയുന്നത് 2/5 തുല്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 7x = 5 എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് 5/7 അല്ലേ? ഓക്കെ. അപ്പൊ കൂട്ടത്തിൽ എക്സ്പോണൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് തല കറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പണി തരാനായിട്ടിട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ 5/7 ആണ്. പ്രത്യേകം ശ്രദ്ധിച്ചോ. നല്ല ചോദ്യമാണ്. ഇവിടെ ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് തന്നിട്ടുള്ള എല്ലാ സംഖ്യകളെ 4 ആയാലും 0.5 ആയാലും 1/8 ആയാലും എല്ലാത്തിനെയും 2ലേക്ക് കൊണ്ടുവരിക. 2ലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് എക്സ്പോണന്റിന്റെ റൂൾസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മറ്റൊരു ചോദ്യം, ഇത് അത്ര വലിയ കുഴപ്പമുള്ള ചോദ്യമല്ല. ഇവിടെ എങ്ങനെ ചോദ്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ അതുപോലെ സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. എങ്ങനെയാന്ന് വെച്ചാൽ 1/243 റൈസ് ടു -1/5 മൈനസ് 1/32 റൈസ് ടു -1/5. ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. ഇതിന്റെ പവറിൽ ഒരു -1 വന്നിട്ടുണ്ട്. പ്ലസ് പിന്നെ ഇവിടെ ആരാ വന്നിരിക്കുന്നത്? 1/3 റൈസ് ടു -1 മൈനസ് 1/4 റൈസ് ടു -1 ഹോൾ റൈസ് ടു -1. ഓരോന്നോരോന്നായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ 243 എന്ന് പറയുന്ന സംഖ്യ ആരാണ്? 243 എന്ന് വെച്ചാൽ 3/5 അല്ലേ? ആണല്ലോ. അപ്പൊ ഈ 3/5ന്റെ പവറിൽ -1/5 വന്നു എന്ന് വെച്ചാൽ അതിന്റെ 5th റൂട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ റെസിപ്രോക്കൽ എഴുതുക എന്നാണ്. മൈനസ് വന്നാൽ റെസിപ്രോക്കൽ ആണ്, 1/5 വന്നാൽ 5th റൂട്ട് ആണ്. അപ്പൊ 243ന്റെ 5th റൂട്ട് എന്ന് വെച്ചാൽ ആരാ? 3 ആണ്. 243ന്റെ 5th റൂട്ട് 3 ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ ആരാ? 3 തന്നെയാണ്. ഓക്കെ. ഇനി 32 എന്ന് പറയുന്ന സംഖ്യ 2ന്റെ ആരാണ്? 5ാമത്തെ പവറാണ്. 32 2ന്റെ 5ാമത്തെ പവറാണ്. അതിന്റെ 5th റൂട്ട് എടുത്താൽ 2 എന്ന് തന്നെ കിട്ടും. അതിന്റെ -1 പവറിൽ എടുത്താൽ റെസിപ്രോക്കൽ എത്രയാ? 2. അപ്പൊ ഇത് എഴുതാൻ 3 - 2 എന്ന് മാത്രം എഴുതിയാൽ മതി. പ്ലസ് ഇവിടെ വരുമ്പോ 3 - -1 അതിന്റെ എന്താണ് വേണ്ടത്? റെസിപ്രോക്കൽ ആണ് വേണ്ടത്. അപ്പൊ 3 എഴുതുക.
പിന്നെ വരുന്നത് 4:-1 എന്നാണ്. 4:-1 എന്ന് വെച്ചാൽ എന്താ? അതിന്റെയും എന്ത് തന്നെ എടുത്താൽ മതി? റെസിപ്രോക്കൽ തന്നെ എടുത്താൽ മതി. 4 കണ്ടോ? ഇതിന്റെ എന്തെടുക്കുക? ഇൻവേഴ്സ് എടുക്കുക. ഇതും ഇൻവേഴ്സ് ആണ് വേണ്ടത്. രണ്ട് സ്ഥലത്ത് ഇൻവേഴ്സാ. ഇപ്പൊ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പവറിൽ -1 വരിക എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചിടുക എന്നുള്ളതാണ്. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക? 3 നിന്ന് 2 കുറയ്ക്കുക. 3 നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? 3 നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും അല്ലേ? അതവിടെ കണ്ടോട്ടെ. ഇതിന്റെ ഇൻവേഴ്സ് എടുത്താലും 1 തന്നെ കിട്ടാനുള്ളൂ. ഓക്കെ, പ്ലസ് അത് കഴിഞ്ഞ് 3 നിന്ന് 4 കുറയ്ക്കുകയാണ്. 3 നിന്ന് 4 കുറച്ചാൽ -1 കിട്ടും. -1ന്റെ ഇൻവേഴ്സ് എടുത്താലും എന്തേ കിട്ടുള്ളൂ? ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്രോക്കൽ ആണ്. -1 തന്നെ. ഇവർ തമ്മിൽ ആഡ് ചെയ്യുക. 1ഉം -1ഉം തമ്മിൽ കൂട്ടുക 0. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും. ഇത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പവറിൽ 1/5, 1/3, 1/2 ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് റൂട്ട് എടുക്കുക. പിന്നെ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്തെടുക്കുക? റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് എടുക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അവിടുത്തെ ആൻസർ എന്താണ്? 0 ആണ്. നല്ലൊരു ചോദ്യമായിരുന്നു. അപ്പൊ ആ 2 ചോദ്യങ്ങൾ മാത്രമാണ് എക്സ്പോണൻസിന്റെ ഭാഗത്തുനിന്ന് പണിയായിട്ട് വന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു 4 ചോദ്യം പല പരീക്ഷകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓടിപ്പോവാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം, നിവിൻ ബൈസ് എ വാച്ച് ഫോർ ₹500 and sells it to Shinoy at a 10% profit. Shinoy then sells it to Jenu at a 20% loss. Jenu sells it to Jeevan 10% loss. How much did Jeevan pay for the watch? ഓക്കെ, ആദ്യം നിവിൻ 500 രൂപയ്ക്ക് വാച്ച് വാങ്ങി. എന്നിട്ട് അതെന്ത് ചെയ്തു? ഷിനോയ്ക്ക് 10% ലാഭത്തിൽ കൊടുത്തു. എന്ന് വെച്ചാൽ 100ൽ 110 അങ്ങ് എഴുതുക. ഇത്രയേ ഉള്ളൂ. 10% ലാഭം. ഷിനോയ് എന്ത് ചെയ്തു? ജനുവിന് 20% നഷ്ടത്തിൽ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുക? 100ൽ 80 എഴുതുക. 20% നഷ്ടമായോണ്ട് 80. ജനു ജീവന് 10% നഷ്ടത്തിലാണ് കൊടുത്തത്. അതെന്തെടുക്കുക? 100ൽ 90 എന്നെടുക്കുക. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, ഇതും ക്യാൻസൽ ചെയ്യുന്നു. ഇവിടുത്തെ 2 0, ഇവിടുത്തെ 2 0 വെട്ടിപ്പോയിട്ടുണ്ട്. ഇതും ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് നമുക്ക് എങ്ങനെ ഗുണിച്ചെടുക്കാം എന്നുള്ളതാണ് അല്ലെ. ഇവിടെ നമുക്കറിയാം 8ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 41 കിട്ടൂലേ? കിട്ടും. ഇവിടെ ഒരു 0 ഉണ്ട്, ഇതും കട്ട് ചെയ്തു. ബാക്കിയുള്ള നമ്പേഴ്സ് ആരൊക്കെയാ? 11 വരും, 4 വരും, 9 വരും. ഇത്രയേ ഉള്ളൂ. 11, 4, 9, 4, 9, 36. 36 × 11 396. അപ്പൊ ഇത് ശരിക്കും ഈ ഒരു വാച്ച് ജീവന്റെ കയ്യിലെത്തുമ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 396 രൂപ ജീവൻ കൊടുക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ. അല്ലാതെ ഓരോന്നായിട്ട് എഴുതി ഓരോരുത്തരുടെ പ്രൈസ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് കണ്ടുപിടിക്കുക, അതിന്റെ ആവശ്യമില്ല കേട്ടോ. ശ്രദ്ധിക്കുക. നല്ല ചോദ്യമാണ്. 396 ആണ് ആൻസർ. അതുപോലെ മറ്റൊരു ചോദ്യം, ശേഖർ ലോസ്റ്റ് 6% by selling his motorcycle for ₹66,411. At what price should he sold to get a profit of 6%? ശേഖർ തന്റെ മോട്ടോർ സൈക്കിൾ 6% നഷ്ടത്തിൽ വിറ്റപ്പോ 66,411 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ 6% ലാഭത്തിൽ വിറ്റാൽ എത്ര രൂപ കിട്ടും? വേറൊന്നുമില്ല, 66,411 എന്ന സംഖ്യയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഏത് നമ്പർ കൊണ്ട്? ലോസിലല്ലേ വിറ്റത് ആദ്യം? ആണ്. എത്ര ശതമാനം? 6%. അപ്പൊ 6% ലോസിലാണെങ്കിൽ 94 എന്ന് താഴെ എഴുതുക. കിട്ടേണ്ടത് പ്രോഫിറ്റ് അല്ലേ? എത്രയാ? 6. അപ്പൊ എന്ത് ചെയ്യാ? 106 എന്ന് ഇതിൽ ഗുണിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പൊ 66,411 എന്ന് പറയുന്ന സംഖ്യ 94 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം അത് ലോസ് ആണ്. കിട്ടേണ്ടത് പ്രോഫിറ്റ് ആയതുകൊണ്ട് 6 കൂട്ടി എഴുതി. ഓക്കെ, ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഈ 94നെയും 106നെയും കൂടെ ഒന്ന് കട്ട് ചെയ്തേ. 106ന്റെ പകുതി എന്ന് പറയുന്നത് 53. അപ്പൊ 94ന്റെ പകുതി എടുക്കുക. 94ന്റെ പകുതി എത്രയാ? നമുക്ക് കിട്ടുന്നത് 47. ഇനി ചെയ്യേണ്ടത് 66,411നെ 47 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 66,411നെ 47 കൊണ്ട് ഡിവൈഡ് തന്നെ എഴുതുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 1413. എത്ര കിട്ടും? 1413. ഇതിനെന്ത് ചെയ്യുക? ജസ്റ്റ് 53 കൊണ്ട് ഗുണിച്ചെഴുതുക അല്ലെ. ഗുണിച്ചെഴുതുമ്പോ 3 × 3 9 അവസാനം വരുന്ന ഒരു നമ്പറാ കിട്ടുക. അതാരാ? 74,889. നല്ലൊരു ചോദ്യം കേട്ടോ. ഇതിനകത്ത് ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. 94 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 106 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ ആണേ. അപ്പൊ 74,889 ആണ് നമ്മുടെ റിസൾട്ട്. അടുത്തൊരു ചോദ്യം,
Raju bought a cycle and sold it after a year for 20% loss price than its purchase price. വാങ്ങിയ വിലയിൽ നിന്ന് 20% നഷ്ടത്തിലാണ് എന്ത് ചെയ്തത്, വിറ്റത് അല്ലെ. 20% ലെസ് പ്രൈസ്, ഞാൻ ലോസ് എന്ന് വായിച്ച അല്ലെ. ഓക്കെ, ഇഫ് ഹി ഹാഡ് സോൾഡ് ഇറ്റ് ഫോർ എ പ്രൈസ് ലെസ് ബൈ 10% of the purchase price, he would have gained ₹100 more. 100 രൂപ കൂടുതൽ കിട്ടിയേനെ. എങ്ങനെ? 10% ലെസ്സിൽ മാത്രമാണ് വിറ്റിരുന്നതെങ്കിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി ദ പർച്ചേസിംഗ് പ്രൈസ്? താഴെ തന്നിട്ട് പർച്ചേസിംഗ് പ്രൈസ് എത്ര? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എടാ 20% വില കുറച്ചാണ് വിറ്റതെങ്കിൽ 80% നമ്മൾ വിൽക്കേണ്ടി വന്നേ. എന്നാൽ അത് 10% കുറച്ചാണെങ്കിൽ 90%-ലല്ലേ വിൽക്കുള്ളൂ അല്ലെ. അപ്പൊ 80%-വും 90%-വും തമ്മിലുള്ള വ്യത്യാസമാണ് 100 രൂപ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 20% നഷ്ടത്തിൽ വിറ്റപ്പോ കിട്ടിയതിനേക്കാൾ 100 രൂപ കൂടുതൽ കിട്ടിയതിനായിരുന്നു എന്ത്, 10% നഷ്ടത്തിലാണ് അല്ലെങ്കിൽ 10% കുറച്ചിട്ടാണ് വിറ്റതെങ്കിൽ. അപ്പൊ ഈ ഇവിടെ വരുന്ന വ്യത്യാസം, അതായത് ഈ 80-ഉം 90-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10% അല്ലേ? ആണ്. 10% എന്ന് പറയുന്ന 100 രൂപയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതിന്റെ പർച്ചേസിംഗ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ 100% എടുത്താൽ പോരെ. 10% 100 ആണെങ്കിൽ ഇതിന്റെ 100% എന്ന് പറയുന്നത് 1000 ആണ്. കണ്ടോ? അപ്പൊ ഇതിന്റെ പർച്ചേസിംഗ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 1000. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കാനല്ല, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എത്ര രൂപയാണ്? 1000 രൂപയാണ് ഇതിന്റെ കോസ്റ്റ് പ്രൈസ്. എന്താ അവിടുത്തെ വ്യത്യാസം? 10%. 10%-ത്തെ സൂചിപ്പിക്കുന്ന 100 രൂപയാണെങ്കിൽ 100%-ത്തെ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനെ സൂചിപ്പിക്കുന്നത് 1000. ഉറപ്പിക്കാമല്ലോ. അടുത്തൊരു ചോദ്യം, എ ടീ മർച്ചന്റ് ബ്ലെൻഡ്സ് 2 varieties of tea in the ratio 5:4. The cost of the first variety is ₹200. That of second variety is 300 per kg. She sells the blended tea at the rate of 250 per kg. Find out the percentage of her profit or loss. ഇവിടെ 2 ടൈപ്പിലുള്ള ടീ ആണ്. 1 കിലോയ്ക്ക് 200 രൂപ വില വരുന്നതും 1 കിലോയ്ക്ക് 300 രൂപ വില വരുന്നതും കൂടെ മിക്സ് ചെയ്തിട്ട് 1 കിലോയ്ക്ക് 250 എന്ന ക്രമത്തിൽ വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വിൽക്കുന്ന അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന റേഷ്യോ 5:4 ആണെങ്കിൽ അവിടുത്തെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 5:4 ആണല്ലോ ബ്ലെൻഡ് ചെയ്യുന്നത് ആണ്. അപ്പൊ ആദ്യത്തെ 200 രൂപ വിലയുള്ള ടീ എത്ര എടുക്കുകയാണ്? 5 കിലോഗ്രാം എടുക്കുകയാണെന്ന് വിചാരിക്കും. 200 × 5 എത്രയാ? 1000. ഇനി 300 രൂപ വിലയുള്ള ടീ എത്ര കിലോഗ്രാം എടുക്കുകയാണ്? 4 എടുക്കുകയാണ്. അപ്പൊ 300 × 4 എത്രയാ? 1200. കിട്ടിയല്ലോ. ആകെ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2200 രൂപയാണ്. എന്നാൽ ഇത് വിൽക്കുന്നത് 250 രൂപ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ മൊത്തം എത്ര കിലോഗ്രാം ഉണ്ട്? 9 കിലോഗ്രാം. 250 രൂപ നിരക്കിൽ വിറ്റാൽ നമുക്ക് എത്ര കിട്ടും? 2250 രൂപ കിട്ടും. അതായത് 2200 രൂപ ഇൻവെസ്റ്റ് ചെയ്ത കച്ചവടത്തിൽ 50 രൂപയാണ് ലാഭം അല്ലെ. അപ്പൊ ലാഭ ശതമാനം കണക്കാക്കാമോ എന്നുള്ളതാണ് ചോദ്യം. കണ്ടോ, ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം അല്ലെ. 50/22 എടുക്കാം. 50-നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50-നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് 25/11 എന്ന് എഴുതാമല്ലോ അല്ലെ. 25/11 എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 99 എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 25-നെ ഡയറക്റ്റ് ആയിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പൊ എന്താ കിട്ടുക? 2.27% ആണ് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് കേട്ടോ. അപ്പൊ ഈ ഒരു കച്ചവടത്തിൽ ലാഭം 50 രൂപ മാത്രമാണ്. അത് എത്ര ശതമാനമാണ്? 2.27% മാത്രമാണ് ഇവിടുത്തെ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ്. സെറ്റല്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ചോദ്യം എന്ത് ചെയ്യുക? ആ ഒരു റേഷ്യോ അനുസരിച്ച് തന്നെ എമൗണ്ട് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ലാഭം. ഇനി നമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ഈസ് 100. Some of these numbers has its last digit 3. Then the second largest number among these 3 is. ഏതോ 3 സംഖ്യകൾ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 100 കിട്ടും. എന്നാൽ ഇവരെ ഈ സംഖ്യകളിൽ ഏതൊക്കെ സംഖ്യകളാണോ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ അവസാനത്തെ ഡിജിറ്റ് 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ. അപ്പൊ ഏതൊക്കെ സംഖ്യകൾ 3 സംഖ്യകൾ ഗുണിച്ചാൽ 100 കിട്ടും എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഖ്യകൾ ആരൊക്കെയാ? 50 വരും, 2, 100 1 അല്ലേ. നീ ഇതിലൊരു 1 കൂടെ ഇട്ട് കൊടുത്തേ, തീർന്നു. അപ്പൊ 3 സംഖ്യകൾ ആരൊക്കെയെന്ന് വെച്ചാൽ 50, 2, 1.
ആണോ? ആണ്. ഇവരെ ഗുണിച്ചാൽ 100 കിട്ടോ? കിട്ടും. ഇവരെ കൂട്ടിയാലോ? 53. കറക്റ്റ് അല്ലേ? 3 സംഖ്യകൾ ഗുണിച്ചാൽ 100 കിട്ടുന്നു. ഇവരെ കൂട്ടുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 3 കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലെ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? 2 ആണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അധികം സമയം കളയരുത്. ആലോചിക്കാൻ ഒരുപാടൊന്നും ഇല്ല. അതിനകത്ത് എക്സും വൈയും ഒന്നും കൊടുക്കരുത്. ആലോചിക്കാം. 3ന്റെ ഘടകങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും 50 2 നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് അല്ലെ? അല്ലെങ്കിൽ 25 4 എടുക്കാം. അതിന്റെ കൂടെ ഒരു ഒന്നും കൂടെ കൊടുത്താൽ എന്തായാലും ഇതിൽ തുക എടുക്കുമ്പം 3ൽ അവസാനിക്കോ? ഇല്ല. അതാ പ്രത്യേകത. അപ്പൊ ഇവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ആരാ? 2 ആണ്. ഇനി മറ്റൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് വെൻ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എക്സെട്ര 95 ഫാക്ടോറിയൽ ഈസ് ഡിവൈഡഡ് ബൈ 15. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ അറിയാലോ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 into 1, 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 3 into 2 into 1. അതുപോലെ എങ്ങനെയാണ് 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 5 into 4 into 3 into 2 into 1 അങ്ങനെയാണ് എടുക്കുക. അപ്പൊ നിങ്ങൾ ഈ നമ്പേഴ്സിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആക്ച്വലി 15 തുടങ്ങുന്നത് എവിടെയാ? 15 എന്ന് പറയുന്ന ഫാക്ടോറിയലിന്റെ ഉള്ളിൽ വരുന്നത് എവിടെ മുതലാണ്? 5 ഫാക്ടോറിയൽ മുതലാണ് അല്ലെ? 5ന്റെ ഫാക്ടോറിയൽ, ഇപ്പൊ 1ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1, 2ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 into 2, 3ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 into 2 into 3 അല്ലെ? 4ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 2 3 4. അടുത്ത 1 2 3 4 5 കണ്ടോ? ഇത് കഴിഞ്ഞ് 5 6 അങ്ങനെയല്ലേ വരിക? പക്ഷെ ഇവിടെ നോക്ക്, ഈ 5ന്റെ ഫാക്ടോറിയൽ മുതൽ നോക്കുമ്പോൾ നമുക്ക് 3 into 5 15 അതിന്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ 5ന്റെ ഫാക്ടോറിയൽ മുതൽ മുകളിലേക്കുള്ള ഏത് ഫാക്ടോറിയൽ വാല്യൂ എടുത്താലും അതിനകത്തെല്ലാം ആര് വരുന്നുണ്ട്? 15 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടേംസിനെ ഒന്നും 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടില്ല? റിമൈൻഡർ കിട്ടില്ല. റിമൈൻഡർ കിട്ടുന്നത് 1ൽ കിട്ടും. റിമൈൻഡർ 1 ആയിരിക്കും. ഇവിടെ 2 ഫാക്ടോറിയൽ കിട്ടും, 2 ആയിരിക്കും റിമൈൻഡർ. അത് കഴിഞ്ഞ് 3 ഫാക്ടോറിയലിൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 6 റിമൈൻഡർ കിട്ടും. അതുപോലെ 4 ഫാക്ടോറിയലിലാണെങ്കിൽ 24 റിമൈൻഡർ കിട്ടും. അപ്പൊ ഈ ആദ്യത്തെ 4 വാല്യൂസിലാണ് ശരിക്കും 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുന്നത്. അപ്പൊ ആ 4 പേരും കൂടെ അങ്ങ് കമ്പൈൻ ചെയ്തേ. 24 6 30, 30ഉം 2 32, 32 1 33 ആണല്ലോ. ഈ 33നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. മുകളിലോട്ടുള്ള ആരെയും നമ്മൾ പരിഗണിക്കേണ്ട, കാരണം അവരെല്ലാവരും ആരാണ്? സെൽഫ് സഫിഷ്യന്റ് ആണ്. അവിടെ എല്ലാം 15 ഉണ്ട്, അതുകൊണ്ട് അത് തൊടണ്ട. ഈ 33നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എന്ന് മാത്രം നോക്കിയാൽ മതി. എത്രയാത്? 3 കേട്ടോ. അപ്പൊ 33നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3. അതുകൊണ്ട് തന്നെ ഏതുവരെ? 95 ഫാക്ടോറിയലോ 100 ഫാക്ടോറിയലോ 500 ഫാക്ടോറിയലോ ഏതെടുത്താലും 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഏതേ വരത്തുള്ളൂ? 3 വരത്തുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്ത് പഠിക്കാത്തതായത് കൊണ്ടാണ് പലർക്കും ഇതൊരു വലിയ പ്രാരാബ്ധമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പൊ ഒരു മാർക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൊണ്ടുപോയി കളയരുത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇത്രയും സമയം നടന്ന അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള പ്രിലിംസ് പരീക്ഷയിലെ, ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ ഹോട്ടായിട്ടുള്ള ടോപ്പിക്സും ക്വസ്റ്റ്യൻസും. അത് പരമാവധി നമുക്ക് റിവിഷൻ കണക്കാക്കി തന്നെ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തത്. അപ്പൊ നമുക്ക് പരീക്ഷ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സമയം കളയുന്നതിൽ കാര്യമില്ല. നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് പുഷ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങ് കയറി പോകാൻ പറ്റണം. അതിനുവേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പൊ പരമാവധി വേഗത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, മിക്കവാറും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.